അതായത് ഇതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലെസ് ദൻ ഓർ അറൗണ്ട് 1% ആളുകൾ ക്വാളിഫൈ ചെയ്യുന്ന JRF ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയാനുള്ള നിതയുടെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് മേ ബി റിലേറ്റീവ്സ്, ടീച്ചേഴ്സ്, ഇഫറിനെ കുറിച്ച് പറയാൻ കേട്ടോ, ഓൾറെഡി പറഞ്ഞു. ഇതല്ലാതെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് ഒന്ന് പറയാം. ആളുകളുടെ പേരും പറയാം, ദാറ്റ് വിൽ ബി ബെറ്റർ. ഐ തിങ്ക് ദാറ്റ് ഹാസ് ടു ബി ഡിക്റ്റേറ്റഡ് ഓൾസോ ഹൗ ഇറ്റ് വർക്ക്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഞാൻ പിന്നെയും പറയും, എൻ്റെ പാരൻസ് ലാംഗ്വേജ് ടീച്ചേഴ്സാണ്. ഒരാൾ അറബിയും ഒരാൾ ഇംഗ്ലീഷുമാണ്. പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടും തല ഉയർത്തി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അറിയാം എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. 1% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന JRF നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെയാണ് JRF നേടാൻ പരിശ്രമിക്കേണ്ടത് എന്നത് പറഞ്ഞു തരാൻ സാധിക്കുക. ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസുമായിട്ടുള്ള സീരീസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഡിഫറെന്റ് സിറ്റുവേഷനുകളിൽ പഠിച്ച് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള JRF നിത മുസഫ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അടുത്താണ് സ്ഥലം എന്ന് പറയുന്നത്. സോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, എസ്പെഷ്യലി PG സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ യുണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആളാണ്. അതായത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്ന ഈ ഒരു എക്സാമ്പിൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സോഫാർ ഈ അടുത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈം JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് പോലെ അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന സബ്ജക്റ്റുകളൊന്നായിട്ടുള്ള ഇംഗ്ലീഷിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് നിതയുടെ എങ്ങനെയാണ് ജസ്റ്റ് ആഫ്റ്റർ PG ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, പല ആളുകളും നമ്മളോട് പേഴ്സണലി എന്നോട് ഈ ഫ്രണ്ട്സും എല്ലാത്ത ആളുകളൊക്കെ ഏറ്റവും ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോസിബിൾ ആണോ, ഒരുപാട് സമയം എടുക്കില്ല, PGയോട് കൂടെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പോലെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള പാറ്റേണുകൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന സിലബസ് വളരെ സ്പെസിഫിക് അല്ലാത്ത സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും മനസ്സിലുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വിശദമായി നിതയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിത, കൺഗ്രാറ്റുലേഷൻസ് for this first time attempt JRF holder. So first of all, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു ആഗ്രഹം ഫസ്റ്റ് ടൈം JRF കിട്ടിയുള്ള റിസൾട്ടിലേക്കായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 2014 2024 കംപ്ലീറ്റ് ആക്കുന്നത്. ആ ഒരു കംപ്ലീറ്റ് ആക്കി നെറ്റിനെ കുറിച്ചുള്ള ഒരു ശ്രമം തുടങ്ങുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ JRF കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ ഈ ഒരു മൊമെന്റ് പോലും അപ്പുറമാണ്. ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷിനോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. പോയട്രി ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അതിന്റെ ബുക്കാണ് ഒരു വിഷയിച്ചത്. അപ്പോ എല്ലാവരും പറയുമായിരുന്നു ഒരു പടം എഴുതാനായിട്ടുള്ളൂ. ചെറുപ്പത്തിലൊരു റിബിയസ് ആയിട്ടുള്ളൊരു മൈൻഡുള്ളത് ഞാൻ പറയുക അങ്ങനെ അതെ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല, സ്വന്തം വഴി സ്വീകരിക്കുന്നു. പക്ഷെ ഗ്രാജുവലി ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് തന്നെ ചെയ്യുന്നത്. പിന്നെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിൽ പിന്നെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം എല്ലാ സബ്ജക്റ്റിലും സ്ക്രാച്ച് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേബി റിസൾട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനെ പെർസ്യൂ ചെയ്യുക ചെയ്തത്. പിന്നെ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പോണ്ടിച്ചേരിയിലേക്ക്. അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളരുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു റിസർച്ച് മൈൻഡ് ആയിരിക്കും. കാരണം റിസർച്ച് ഓറിയന്റഡായിട്ടുള്ള സ്റ്റഡി നമുക്ക് അപ്പോഴേ കിട്ടുവാണ്. ഓക്കെ PhDക്ക് പോവാം. ചിലപ്പോൾ തൊട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടില്ല കൂടി കുത്തിയ കാറിൽ പോകാനാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഒരു IAS അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പോകാൻ. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞാലും PhDക്ക് പോവാം. പക്ഷെ എന്നാലും വിചാരിക്കുന്നില്ല JRF കാരണം അതിന്റെ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നെറ്റ് എന്തായാലും ക്വാളിഫൈ ചെയ്യണം. കാരണം ഈ 6 months ഞാൻ അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
ജനറേഷൻ അങ്ങനെ ഐഫോൺ ആയിരുന്നു എന്റെ ഫസ്റ്റ് ചോയ്സ്. അത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ത്രൂ ഫ്രണ്ട്സും ആഡും ഒക്കെ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് ഒരു ഷോട്ട് എടുത്ത് നോക്കാം, അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പലർക്കും ഒരു ഇനീഷ്യൽ പലരും ഒരുപാട് ചോദ്യം ചോദിക്കുന്നത് ഒന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലാണ് അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എസ്പെഷ്യലി ഓൺ പാൻ ഇന്ത്യ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിൽ ഒരു ഔട്ട്സൈഡ് കേരള എക്സ്പോഷർ ബെറ്റർ ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഇത് രണ്ട് ആസ്പെക്റ്റിലുണ്ട്. ഈ പറയുന്ന ആളുകളുണ്ട്, അവിടെ പോയി പഠിക്കുന്ന ആളുകളുണ്ട്. അതേസമയം ഇവിടെ പഠിക്കുന്ന ആളുകള് പലപ്പോഴും ഇതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് പറയുന്ന കേസ് എന്നോടൊക്കെ പലരും പറയാറുണ്ട്. മാഷെ ഞാൻ എന്റെ നാട്ടിലെ ഒരു സാധാരണ ഒരു ആസ്പെക്റ്റിലേക്ക് ഡിഫറെന്റ് ഡയമെൻഷൻസിലാണ് നമ്മൾ നാട്ടിൽ പുറത്തേക്കും എക്സ്പീരിയൻസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൽ വിദ്യയുടെ എക്സ്പീരിയൻസിൽ എത്രത്തോളമാണ് ആ ഒരു എക്സ്പോഷർ ഇനീഷ്യലി നമുക്ക് രണ്ട് പാർട്ടായിട്ട് പറയാം. എത്രത്തോളമാണ് എക്സ്പോഷർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും രണ്ടാമത്തത് ഈ ഒരു എക്സ്പോഷറിൽ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്. ബേസിക്കലി ഞാൻ എപ്പോഴും എന്തൊരു ശൈലി ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മൾ കൺഫ്യൂസ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചധികം സമയമുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ചെറുതാണ്, ബട്ട് ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പഠിക്കുമ്പോൾ എസ്പെഷ്യലി എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ്. സോ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പണ്ടിലേക്ക് അത് സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കെയറിങ്ങും ഷെയറിങ്ങും അതുപോലെ തന്നെ കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ഒരു മൈക്ക് തരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യാന്നൊക്കെ പറയുന്നത്, അത്തരം ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി എനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ MA ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നു. ബിക്കോസ് ദ അതർ പേഴ്സൺ ഈസ് ഓൾവേസ് റീഡിങ്. അപ്പൊ നമുക്കും ആ ഒരു ട്രിഗർ വരിക എന്ന് പറയില്ലേ, അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി. പക്ഷെ അതിന്റെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ബിക്കോസ് വി ആർ അവേ ഫ്രം അവർ പാരന്റ്സ്. നമുക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ പേഴ്സണലി ആയിക്കോട്ടെ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് നേരിടും. പിന്നെ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഗേൾസ് നേരിടുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. സോ നമുക്ക് ബോൾഡർ ആയിരിക്കണം. ഒരു പേഴ്സണാലിറ്റി അതിൽ ഒരുപാട് ഷേപ്പ് ചെയ്യാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിറ്ററേച്ചർ ആകുമ്പോൾ ജസ്റ്റ് ഒരു ബുക്ക് നമുക്ക് വായിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഷെൽഫിൽ ആ ബുക്ക് അവിടെ കാണും. സോ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്വാളിറ്റിയാണ്. അത്രയും മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഫെസിലിറ്റി, അതുപോലെ തന്നെ ഫുഡ് ആയിക്കോട്ടെ, പിന്നെ കോച്ചിങ് കൾച്ചർ, ആൾക്കാരുടെ സ്വഭാവം, അവരുടെ സെക്യുലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുമ്പോൾ നമ്മൾ റിജിഡ് ആയിരിക്കില്ല, നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു. സോ ഇൻ ദീസ് ആസ്പെക്ട്സ് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പം ഇന്ത്യയുടെ ഷോക്കേസ് ബാങ്കുകളുണ്ട്, ഒരുപാട് ഓഫീസ് ഞാൻ ഈ റീസെന്റ് ഞാൻ ഇതേപോലെ ഒരു സ്കൂളിലൊക്കെ പ്രോഗ്രാം കുട്ടികൾ ഒരുപാട് പല പ്രോഗ്രാമുകളും പങ്കെടുക്കുന്ന. അപ്പൊ അവിടെയൊക്കെ പാരന്റ്സ് ചോദിക്കുന്ന ആ പാരന്റ്സിന്റെ വലിയ കൺസേണുകളുണ്ട്, കുറെ കളികളുണ്ട്, കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനൊന്നും കുട്ടികളെ പറഞ്ഞയച്ച് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ദ അക്കാഡമിക്സ് ഈസ് വെരി ടഫ് ആൻഡ് വെരി കോമ്പറ്റേറ്റീവ്. അപ്പം rather than be a direct academic competition and other things, particular extracurricular activity excellence, competitive examination for other aspects of the performing and help you like feel able so basically ചെറുപ്പം തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ മൈക്കിനോടുള്ള പേടി ഒബ്വിയസ്ലി എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. പബ്ലിക്കിനെ നമ്മുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെ ഞാൻ റേസ് ചെയ്യും, ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ വളരുന്നത്. അതിന് എത്ര ഒരു ഫോർവേഡ് തിങ്കിങ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും നമുക്ക് സ്റ്റിൽ വരികയാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു ചെറിയൊരു വോയിസ്, അത് ചിലപ്പോൾ ഒരു കാര്യം പിന്നെ അതൊന്നും പോലും ഇല്ല, അത് വോയിസ് റേസ് ചെയ്യാൻ വേണ്ടി തന്നെ എപ്പോഴും ബാലൻസിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ഹെഡുകളെ അപ്പോ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് പേരെ അഡ്രസ് ചെയ്യുന്നതാണ്. കാരണം വി ആർ ദ വോയിസ് ഓഫ് മെനി പീപ്പിൾ. സോ എപ്പോഴും അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അതിന് എനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി. കാരണം നാളെ ഞാനിവിടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ
എന്റെ എന്തെങ്കിലും സിഗ്നേച്ചർ ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അതിലേക്കുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഇന്നത്തെ സ്കൂള് കരിക്കുലത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം. വരുന്നുണ്ട്, ഡെവലപ്മെന്റ് കാണാനൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആ ഒരു ക്ലാസ് റൂമിനുള്ളിൽ കൺഫൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി സിലബസ് കവർ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ലോകത്തിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതിൽ ഇന്ന് നടക്കുന്ന ഈ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു ബുക്കിന്റെ ഫ്രണ്ടിലേക്ക് മാത്രം തന്നെ പഠിപ്പ് ഒതുക്കി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് വിശ്വാസം. അപ്പോ ന്യൂസ് റീഡിംഗ് ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്കൂളിലൊക്കെ രാവിലെ 5 ലൈൻസ് വായിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, അപ്പൊ എന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ അത്ര ഒരു സോക്കോൾഡ് മെലോഡിയസ് ആയിട്ടുള്ള ഒരു വോയിസ് അല്ല. സോ എന്റെ ആ ഒരു ഇംപെർഫെക്ഷനെ എനിക്ക് പെർഫെക്റ്റ് ആക്കാൻ സാധിച്ചത് ഈ ഒരു മേഖലയിലാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് മൈക്ക് ക്ലാസ്സുള്ള വോയിസ് അല്ലേ വെക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഈ ഇംപെർഫെക്ഷൻസ് അവിടെ പെർഫെക്റ്റ് ആക്കി നമ്മുടെ ടീച്ചേഴ്സ് കണ്ടുന്നുള്ളതാണ്. അല്ലാതെ ഒരു വിത്തിൻ എ സെക്കൻഡ് ഔട്ട് ഓഫ് നോവർ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്കില്ലല്ല. അപ്പൊ എന്റെ പാരന്റ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ട്യൂസിംഗ് ആയിക്കോട്ടെ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. ഈ ചാനൽ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ട്യൂസിംഗിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ നമുക്ക് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഒത്തിരിയുള്ള അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ആയിക്കോട്ടെ, ഐ കോൺടാക്ട് ആയിക്കോട്ടെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനും എന്തെങ്കിലും ഒരു രീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് പറ്റണമെങ്കിൽ ഈ രണ്ട് ആസ്പെക്റ്റും സമയത്ത് പല സമയം 5 times, 10 times, 15 times, multiple times ക്വാളിഫൈ ചെയ്യാതാണ്. സോ എല്ലാവർക്കും ആയിട്ട് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല, പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ചിലർ പറയും നല്ല പഠിപ്പായിരുന്നു പക്ഷേ ഹൈറ്റ് ചെയ്തു. പക്ഷെ അതല്ല, ഇപ്പൊ എല്ലാവരും പറയാറുണ്ടല്ലോ എന്റെ ആ അറ്റംപ്റ്റിലേക്ക് ഉണ്ടായ ഇൻഫെക്ഷൻസ് ഈ അറ്റംപ്റ്റിലേക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇതൊരു എക്സ്പെരിമെന്റ് കാരണം കുറച്ച് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു ഏരിയ ഇതാണ്. അപ്പൊ അതിലെനിക്ക് മാക്സിമം 100% കൊടുക്കാമെന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഇഗ്നോറിംഗ് എന്താണ് ഇതിന്റെ സ്ട്രാറ്റജി. ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോസ് ചെയ്ത് ചുമ്മാ കാണുന്നത് ചിലപ്പോൾ എന്നെ പോലെ പഠിച്ചാലും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 10 മടങ്ങ് അധികം ഇരിക്കണമായിരിക്കും ഡേറ്റ കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു ഇതെനിക്ക് വർക്കാവില്ല, ഞാൻ എങ്ങനെയാണോ എന്റെ ഒരു രീതിയിൽ ആ ഒരു പേസിൽ പോകുന്നത്. ഞാൻ ബേസിക്കലി എന്റെ ഒരു പഠിപ്പില് കൊണ്ടുവന്ന കാര്യമാണ് ഞാൻ സാർ എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഒരു കാര്യമാണ് നോട്ട്സ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഒരു ഞാൻ സ്ലോ വായിച്ചാണ്. അപ്പൊ എനിക്ക് ഞാനിങ്ങനെ ബോഡി പഠിപ്പിച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് സമയം കളഞ്ഞിരിക്കാൻ ബിക്കോസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇത്രയും മാസ്റ്റർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് ഞാൻ ഇങ്ങനെ ബോഡി പഠിപ്പിച്ച് നോട്ട് ചെയ്ത് കൊണ്ടിരുന്ന സിലബസ് നമുക്കൊരു 70% മാത്രമാണ് സിലബസിൽ വരുന്നത്. അപ്പൊ ഈ സിലബസ് ഇത്രയും സ്ലോ ബേസിൽ എനിക്ക് പോകാൻ പറ്റില്ല. പറ്റുന്നവരുണ്ട് ഫ്രീ പക്ഷെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ എഴുതി നോക്കിയത്. സോ ഐ സ്റ്റാർട്ടഡ് റീഡിങ്. കിട്ടുന്നതൊക്കെ വായിച്ചു. ആപ്പില് ജോയിക്സിലിട്ട് വീഡിയോസ് കണ്ടു. അതുപോലെ തന്നെ എജുറീസ് ഒക്കെ ഞാൻ 500+ റീൽസിലായിരുന്നു. ഒരു 2 ഡേയ്സിനുള്ളിൽ ഇത് കാണും. കാരണം എനിക്ക് കാണലും വിഷ്വൽ അതാണ് എനിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. കിട്ടുന്നതൊക്കെ കുറച്ച് വായിക്കും, സ്കിം ചെയ്തിട്ട് വായിക്കും. പക്ഷെ കോൺടെസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ തിങ്ക് ചെയ്തത് എന്നെ പഠിപ്പ് ചെയ്തില്ല. കാരണം എനിക്ക് കിട്ടുന്നില്ലല്ലോ. മറ്റുള്ളവരൊക്കെ എനിക്ക് നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഹൈഫൈസ് I can't do ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. ഇത്ര ഞാൻ വളരെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇങ്ങനെയാണോ പിന്നെ ചെറുതുന്ന കുട്ടി പഠിക്കുന്നത്? ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയാണ് പോയത്. ഇതിൽ കുറയ്ക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ബ്രേക്കൊക്കെ വരാറുണ്ട്. എന്നാലും ഞാൻ നൈറ്റ് ഇരിക്കുമായിരുന്നു പറയുന്നത്. നൈറ്റ് ഔളാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും പറയാറുണ്ട് രാവിലെ പഠിച്ചാൽ കിട്ടാറ് രാത്രി വളരെ ഒരു കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതിലുള്ളൂ. ഇപ്പൊ രാത്രിയൊക്കെ
ടുവേർഡ്സ് എന്തായാലും സാർ പറയുന്നത് നിങ്ങൾ ഉറക്കമൊക്കെ എന്താണെന്നൊന്ന് ചിന്തിക്കും. സമയക്രമം ഇല്ലാതെ നമ്മൾ പഠിച്ചു തുടങ്ങാൻ കഴിയില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. ഉറപ്പില്ല, ജസ്റ്റ് ബ്രേക്ക് എടുത്ത് ഇച്ചിരി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു മുകളിലേക്ക് പോകും. അപ്പോ അതിന്റെ വാശി ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്റെ പാരന്റ്സ് അത്രയും നല്ല സപ്പോർട്ടീവ് ആണെങ്കിൽ പോലും എന്റെ എഫേർട്ട് കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത എക്സാമിന് ഒരിക്കലും ഞാൻ ഈ പഠിച്ച ഈ ഒരു നോളജ് എന്റെ പോകാൻ പോകുന്നില്ല. ഇംഗ്ലീഷിനെ വരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദൈവത്തില് അർപ്പിച്ച് ഞാൻ അങ്ങനെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവ നെറ്റ് ക്വാളിഫൈ ചെയ്തത് മാത്രമേ ആഗ്രഹമാണ്. PCT വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്പെസിഫിക് ആവുന്നുണ്ട്, എസ്പെഷ്യലി ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട്. ഇംഗ്ലീഷിൽ നമ്മുടെ പല ഓരോ സബ്ജക്റ്റിലും അതിൻ്റെതായ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് ഭയങ്കരമായിട്ട് പാറ്റേൺ ഷിഫ്റ്റ് വരുന്നുണ്ട് റിഗാർഡിംഗ് സ്ട്രീംസ്. രണ്ടാമത്തെ ആസ്പെക്ട് അതിന്റെ സിലബസ് അത്ര സ്പെസിഫിക് അല്ല. ബാക്കിയുള്ളതൊക്കെ A to G സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലെക്സിബിൾ സിലബസ് ആണ്. സോ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പേപ്പർ ടു പ്രിപ്പറേഷൻസ്? ഞാൻ വഴിയാണല്ലോ പലരും മനസ്സിലാക്കുന്നത്. പറയും പേപ്പർ കാൽക്കുലേറ്റ് പോലെ അതോടെ കാരണം അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കണ്ടംപററി ലിറ്ററേച്ചറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് പോലും ഒരുപാട് റൈറ്റേഴ്സ് അവരുടെ റൈറ്റിംഗ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് സിഗ്നിഫിക്കന്റ് ആണ്. സോ നമ്മളൊരു ബ്രിട്ടീഷ് എറയിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എറയിലോ സ്റ്റക്ക് ആയി നിന്നിട്ട് കാര്യമില്ല. ഒരു അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷ്. കാരണം PhD ഒബിയസ്ലി എടുക്കുമ്പോൾ ആ ഒരു റീഡിംഗ് ഹാബിറ്റ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് റിലേറ്റബിൾ ആയിട്ടുണ്ടാവും. സോ കണ്ടിന്യൂ റീഡിംഗ് എന്നാണ് പറയുന്നത്. കിട്ടുന്നതൊക്കെ വായിക്കണം. നമുക്ക് മെന്റേഴ്സ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നോ. ഞാൻ ശരിക്കും സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, എക്സാം ക്രാക്ക് ചെയ്ത് ഞാൻ താഴെ വന്നിട്ട് ഒരു ഗസ്റ്റർ ഉണ്ടായി. കാരണം വെച്ചാല് കണ്ടംപററി ലിറ്ററേച്ചറിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ എന്തായാലും മനസ്സിലാവും. അപ്പോ അദ്ദേഹത്തിന്റെ ഞാൻ PYQ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സിലബസ് ഉണ്ട്, റിജിഡ് സിലബസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒരുപാട് ഐഡിയാസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും PYQ. അത് ഞാൻ വിട്ട് കളയാറില്ല. ഇപ്പോ CPYQ പോലുള്ള സംഭവങ്ങൾ 100 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉച്ച വരെ ഇരുന്ന് ഇത്ര സമയം വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അത് വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. പക്ഷെ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചെറിയൊരു സർഫസ് ലെവലിൽ അനാലിസിസ് നടത്തി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇപ്പൊ മെറ്റയുടെ കാലാണ് വിത്തിൻ ഒരു സെക്കൻഡ് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ചെക്ക് ചെയ്തു. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. എനിക്ക് അതിനോട് ഞാൻ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണ് നമ്മുടെ മെന്റേഴ്സിനോട്. ഞാൻ മാമിനോട് പറയുകയും ചെയ്തു. കാരണം അതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. അത് പിന്നീട് എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ലൈഫ് അത്രയും കൺസേൺ കാണിച്ച് അത്രയും ഡീപ്പായി അനലൈസ് ചെയ്ത ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ആപ്പില് അതുകൊണ്ട് അങ്ങനെ കിട്ടി. പിന്നെ അത് എനിക്ക് പറയാൻ തോന്നുന്നത് നമ്മളിപ്പോ ഓരോ കാലത്തും ഓരോ സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മള് ഒരു സിലബസിലുള്ളത് മാത്രം കൺപയർ ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ഇപ്പൊ ഒരു PhD പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം ആകുമ്പോൾ നമ്മൾ അങ്ങനെ അത്രയും ഇംഗ്ലീഷിനോട് അത്ര പാഷനേറ്റ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. ഞാനിവിടെ ആലോചിച്ചിട്ടുള്ളത് ടഫ് ആവുന്നുണ്ട്. മാക്സിമം ടഫായിട്ട് ഇട്ടാലാണ് നമുക്ക് ചാൻസ് ക്രാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന എക്സാംസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് ഒരു അവസ്ഥയില്ല. എക്സാംസ് എഴുതിയപ്പോ അനത്തിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ തിങ്ക് ചെയ്തത് എന്തൊരു ടഫ് ഡേ, എന്തൊരു ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്നെ ഡീമോട്ടിവേറ്റഡ് ആവുകയല്ലേ ചെയ്തത്. അത് ഭാഷയുള്ളൂ. അപ്പോ അങ്ങനെ ARFന്റെ അത്ര പോലും ടഫായിരുന്നില്ല ഈ എക്സാം. കാരണം അത്രയും നമ്മൾ പ്രിപ്പയർ ആക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈസിയർ ഫോർ us to crack the main exam. ഒന്നുകൂടി ഡിഗ്രി കഴിഞ്ഞ PG കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സീരിയസ് നോളജ്. അത് ഏകദേശം എത്ര മന്ത് ഉണ്ടായിരുന്നു? ആ മന്തിൽ എത്രത്തോളം വെരി സീരിയസ് നോളജ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു? ബേസിക്കലി ഞാൻ ജൂണിലാണ് പാസ്സായിട്ട് വന്നത്. പിന്നെ ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ. ഹോസ്റ്റലിൽ നിന്ന് ഒരു റിലീഫ്, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളത് പോവുക, ആ ഒരു പീരീഡ് ഉണ്ട്. ഞാൻ കുറച്ച് ആൻഷ്യസും ഒക്കെ ആയിട്ട് ഒരു പേഴ്സൺ.
I was like, അങ്ങനെ ഞാൻ ചെയ്തു. ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ എവിടെയാണ് ദൈവമേന്നൊരു പ്രശ്നം, വാശി വന്നു, ഒരു പേടി വന്നു. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 3 months ആണ് സീരിയസ് പ്രിപ്പറേഷനിലേക്ക്. ഞാൻ ഹൈ ക്ലാസ്സസ് സ്കിപ്പ് ചെയ്യാറുള്ള കാണുമായിരുന്നു. പറഞ്ഞാലും ഞാൻ വീട്ടുന്നത് കാണും. ഇൻകേസ് ഒരു ഹാഫ് ആൻ അവർ നമുക്കൊരു ഭയങ്കര ഡോസിലും ആ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ അതിന്റെ 2 weeks റെക്കോർഡ് കാണാറാണ് പറയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മറ്റുള്ളവര് അപ്പൊ അതൊക്കെ മെന്റലി ബ്രേക്ക് ഡൗൺ അതിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഓൺലൈനും അതിൻ്റെതായിട്ട് ഒരുപാട് പരിസ്ഥിതികളുണ്ടല്ലോ. ഗസ്റ്റ് വരിക, വീട്ടിലുള്ള ആൾക്കാര്, പിന്നെ ജോയിന്റ് ഫാമിലിയാണ്, എപ്പോഴും ആൾക്കാരാണ്. സോ നമ്മൾ നമ്മുടേതായിട്ട് ടൈമും അവരോട് കളിച്ചാലും പത്താമത് കണ്ടെത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ 8 9 ഒരു പഠനം ഞാൻ സ്ട്രോങ് ആക്കിയത്. ചികിത്സിക്കുക, ഒരാളുടെ സൗന്ദര്യ ഡിസ്റ്റർബൻസ് ഇല്ല എന്നുള്ളത്. പിന്നെ എല്ലാ പീരിയഡും ഞാൻ ടൈം ചെയ്യാൻ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേണുകളാണ്. എസ്പെഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇത് എവിടുന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ ലിമിറ്റ് സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന ശരിക്കും ഒരു ഇന്റർവ്യൂ ഫ്രഷ് ആയിട്ടുള്ള കുട്ടി, ഇന്റർവ്യൂ ആകുന്ന കുട്ടി, ഫസ്റ്റ് അറ്റംപ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള കുട്ടി എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പക്ഷെ ഞാൻ അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്ത ആളാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഗ്രാജുവേറ്റ് അങ്ങനെ വന്ന ആളാണ്. സിലബസ് റീഡിങ് നടക്കുന്നത് ഒരുപാട് അറിയുന്നത് അവർക്കറിയാം. 12 ലിറ്ററേച്ചർ. അപ്പൊ ഓരോ നാട്ടിലും ഓരോന്നായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. ലൈക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ സിലബസ് റീഡിങ് 2-3 ദിവസം സ്വന്തം എടുത്താലും കുഴപ്പമില്ല. റീഡിങ് നടത്തുന്നതാണ്. ഏതൊക്കെയാണ് ഞാൻ ടച്ച് ചെയ്യുന്നത് അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. യു ഗോ ഫോർ എക്സ്റ്റേണൽ റീഡിങ് അല്ലെങ്കിൽ സോഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോ വെയിറ്റേജ് ഉള്ള NFT എന്ന് പറയുന്ന ഫേവറേറ്റ് ടോപ്പിക്സ് നമുക്ക് PYTs നോക്കിയാൽ മനസ്സിലാവും. ഒരു ഏരിയ ചിലത് ഇംഗ്ലീഷ് ആണെങ്കിലും അപ്പൊ ഇഷ്ടമുള്ള കുറച്ച് ഏരിയസ് ഉണ്ടാവും. അപ്പൊ അതിന് ഫോക്കസ് ചെയ്ത് സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. ഒരു 30 days പ്ലാൻ, 40 days പ്ലാൻ, കൂടുതൽ പ്ലാൻസ് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ബേസ് ഉണ്ടാക്കാന്നുള്ളതാണ്. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് വേറൊരു 5 hours പഠിക്കും. അവരെ പറ്റി ഉറക്കത്തിൽ ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും ലെവലിലേക്ക് നമ്മൾ പഠിക്കാം. ജയിച്ചു തന്നെയാണ്, വിളിച്ചു തന്നെയാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഐ ഹാവ് സീൻ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഷേക്സ്പിയറിന്റെ അച്ഛൻ്റെ ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ ലിറ്ററേച്ചർ വേൾഡിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. ബട്ട് ദർ ആർ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. അപ്പൊ അത്രയും വൈഡായിട്ട് ഒരു സിലബസിൽ നമ്മള് പാഷനേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ പഠിക്കാൻ വേണ്ടി പഠിക്കാന്നുള്ളതല്ല. എന്തൊരു സ്ട്രാറ്റജി ഉണ്ടാകും. നാളെ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് അഡ്രസ് ചെയ്ത ഒരു ടീച്ചറായിരിക്കും. അവർക്ക് ഉണ്ടാവേണ്ട ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ സോറി നാളെ പറഞ്ഞുതരാം എന്നുള്ളൊരു ലെവലിലേക്ക് മാറ്റാതെ ആ ഒരു എയിം കൂടിയിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. അവർക്ക് തോന്നരുത് ടീച്ചർക്കൊന്നും അറിയില്ല. അപ്പൊ കോൺഫിഡൻസ് ആയിട്ട് ക്ലാസ് ഡെലിവർ ചെയ്യുമ്പോൾ അവരുടെ വളരെ ലോജിക്കലായിട്ടുള്ള സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ എന്നൊരു തരത്തിലേക്ക് എനിക്ക് പഠിച്ചിരിക്കണം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പിന്നെ അത്രയും ഡിബേറ്റബിൾ ആണ്. നമ്മുടെ പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻസ് വഴി വരാം. അപ്പോ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ. നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് കുറച്ച് റെവല്യൂഷണറി ആയിട്ടുള്ള തോട്ട്സ് ഉള്ളവരായിരിക്കും ലിറ്ററേച്ചറിലുണ്ടാവുക. അതൊന്നും അല്ല ഇങ്ങനെയാണെന്നത് അപ്പൊ പിടിച്ചേക്കാൻ പറ്റും ആ ഒരു ഏരിയയിൽ. കാരണം പിന്നെ എനിക്ക് ഇതാണ് പറ്റും. ബാക്കി ഞാൻ മാക്സിമം എക്സൽ ചെയ്യാനുള്ളതാണ്. ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത്യാവശ്യം എസ്പെഷ്യലി കുറച്ച് റീസണിങ് ടൈംനെസ് അപ്പം ഞാൻ പലപ്പോഴും ഒരു ടോപ്പിക് ഒഴിവാക്കാൻ പറ്റും, ഈ ടോപ്പിക് ഒഴിവാക്കാൻ പറ്റും. എസ്പെഷ്യലി സ്റ്റുഡൻസ് ആണ്, മലയാളം കോഴ്സ് പറയാറുണ്ട്. നെറ്റ് മേ ബി ഒരു ടോപ്പിക്ക് ക്വാളിഫൈ ചെയ്യാൻ, ഒരു ടോപ്പിക്കൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. JRF top 1% മാത്രം don't have any option to select any topics to skip exams. Now, being a literature student, being not qualified the first attempt, basically
പേപ്പർ ടു സാഗര പോലെ കിടക്കുന്നതാണ്. ഒരു അറ്റത്തേക്ക് ചൂണ്ടിടാൻ മാത്രമേ നമുക്ക് പേപ്പർ ടു ആക്കി പറ്റുള്ളൂ. പേപ്പർ എപ്പോഴും ഞാൻ സാറ് പറയുന്നത് വീഡിയോസിന് മുമ്പ് ഞാൻ കേൾക്കാറ് 35+, അല്ലെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫൈ. ഞാൻ അപ്പോഴും നെറ്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ 10th ഞാൻ മാത്സ് വീക്ക് നല്ല സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊരു പേരുണ്ട്. ഇങ്ങനെ പഠിച്ചോണെങ്കിൽ ഒരു മാത്സ് പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ചെയ്യേണ്ടെന്ന് വിചാരിക്കും. കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ ഈ കൂടിയൊക്കെ. അപ്പോഴാണ് യൂട്യൂബിലെ വീഡിയോസ് ആയിട്ടോ ഞാൻ കാണുന്നത്. ഓക്കെ, എപ്പോഴും പറയാനുള്ളത് 10th ലെവലാണ് എപ്പോഴും എക്സാക്ട്ലി ആ ഒരു ബേസിസിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആപ്ലിക്കേഷൻ ലെവൽ ആകാം, പക്ഷെ കോൺസെപ്റ്റ്സ് ആണ് സെയിം. അപ്പോൾ ആ കോൺസെപ്റ്റ് എനിക്ക് 10th ഞാൻ അവിടെ കൂടെ പോയിരിക്കും. നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ മാത്സ് പഠിക്കാൻ എനിക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷെ മേബി ക്വസ്റ്റ്യൻ ടൈപ്പ് മാറും. അങ്ങനെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനീഷ്യലി ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട് മാത്സ് സ്കിപ്പ് ചെയ്യും. ഞാൻ ഇതിലെ ഡെയിലി ഞാൻ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരുന്നു. ഡിബേറ്റ് നോക്കിയിട്ടും തന്നെ സൈറ്റും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ജനറൽ ഗ്രൂപ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് ഡെയിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് അത്. ഓക്കെ, എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്നതാണ്. പിന്നെ മെന്റൽ എബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാർ ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്രമാത്രം എന്താ പറയുക സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ആകെ പഠിക്കാൻ ഞാൻ പെണ്ണെടുത്തത് ആ പ്രോജക്ട് കളിക്കാനാണ്. അപ്പൊ അത്ര ഇഷ്ടത്തിൽ ഞാൻ ഉറപ്പില്ലാതെ പഠിച്ച് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എന്തായാലും മാത്സും അതുപോലെ തന്നെ. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് പോലും ടീച്ചേഴ്സ് അറിയാം നിനക്ക് പറ്റും, ജിറാഫാണേ ജിറാഫല്ലേ ഇടയ്ക്ക് ഇങ്ങനെ റിമൈൻഡർ വരും. അതെനിക്ക് പ്രഷറായിരുന്നില്ല. അതെനിക്കൊരു എന്താ പറയുക നമുക്ക് പാവയ്ക്ക് ഇങ്ങനെ തിരിട്ട് കൊടുക്കാൻ അറിയില്ലേ. അപ്പൊ ആ ഒരു ലെവലായിരുന്നു എനിക്ക് മോട്ടിവേഷൻ. ഞാൻ ചോദിക്കും ചുമ്മാ പറയും നമുക്ക് അറിയില്ല എങ്ങനെയാണ് എനിക്ക് ഞാൻ പറയും ഞാൻ 3-4 വീക്ക് കൂടി ഇരുന്ന ആളുകൾ ഇവിടെ മാർക്കിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടുള്ള ആവശ്യം. ടീച്ചറുടെ സിസ്റ്റർ പോലെ അല്ലെങ്കിൽ പള്ളി പോലെ എപ്പോഴും വിളിച്ച് ഓക്കെ അല്ലേ പഠിക്കില്ലേ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടേ ചെയ്യണേ എന്ന രീതിക്ക് റിമൈൻഡർ തന്ന് അത്രയും തറവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സെന്റേഴ്സ് ആണ്. അപ്പോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ നിസാനെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്യില്ല. ഹാർട്ട് ഞാൻ പറയുന്നത് ഒന്നും പറയില്ലേ. ഒരു ഐഡിയ പോലെയൊക്കെ നമ്മൾ കണ്ടിരിക്കാൻ പറയില്ലേ. ഈ ഇരിക്കുന്ന മുന്നിലെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം അഡ്മയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറ്. ഹാപ്പി വേ ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് പക്ഷേ കുറേ ഇമോഷനുള്ള ഒരു പരിപാടിയാണ്. ഇരുന്ന് പഠിക്കുക. ഇപ്പൊ ഞാൻ പഠിച്ചു അത് ചോദിക്കുന്ന എന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉണ്ട്. ഞാൻ പറയും ഐഷോയും കുറച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു ഞാൻ പഠിച്ചത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഷോ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ട്രൈ ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാന്നുള്ളത്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ലാസ്റ്റ് കോഴ്സ് എന്റെ ആയപ്പോ ഒരുപാട് പൈസ ആയിട്ടുണ്ടല്ലോ കൂട്ടാൻ പറ്റും. പിന്നെ എപ്പോഴും പറയാറുണ്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കവർ ദി സിലബസ് ബിഫോർ ഗോയിങ് ഫോർ എക്സാം. പക്ഷെ എഡ്യൂക്കേഷൻ വന്നതോടുകൂടി ആ ഒരു ഏരിയ വിത്തിൻ മിനിറ്റ്സ് ആണ് നമ്മൾ അത്രയും ഒരു എബിലിറ്റി ഉള്ള ആൾക്ക് ഒരു എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയാ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് അവരുടെ പഠിത്തത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത്. വളരെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഹൈപ്പറിനോട്. പിന്നെ അതുപോലെ ഇൻ കേസ് ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫാമിലി ഞാൻ പറയുന്ന രാത്രി പിന്നെ ലൈവ് കാൽക്കുലേറ്റഡ് ആവില്ലേ കുഴപ്പമില്ല ഈ 2x കണ്ടോ. അങ്ങനെ ഇരുന്ന് കേട്ട് നടക്കുമ്പോഴും ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് പേപ്പറിൽ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആൾക്കാർ സംസാരിക്കുമ്പോഴും വേണ്ടി നമ്മളത് ഇരുന്ന് കേൾക്കാവുന്നതാണ്. അതുപോലുള്ള ടെക്നിക്സ് ഒക്കെ എനിക്ക് ഹൈപ്പറാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ജെആർഎഫ് എന്നാണ് ഈ ദിവസം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക്. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വളരുമ്പോൾ ഞാൻ പറയുന്നതായിട്ട് പറഞ്ഞതുപോലെ
നമുക്ക് ഇതിനുള്ള ഓപ്ഷൻ ഇല്ല, മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇനി ബാക്കൗട്ട് ചെയ്തിട്ട് കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ ജയിച്ച് വിത്തിൻ സെക്കൻഡ്സ് വിളിച്ചത് സാറിനെയാണ്. കാരണം എന്റെ ഒരു എക്സ്ട്രസി എന്നൊക്കെ പറയില്ലേ, ഔട്ട് ഓഫ് വേൾഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ അത് എങ്ങനെയെങ്കിലും വൈഫ് പറഞ്ഞ് അറിയിക്കണം എന്നുള്ളതാണ് എനിക്ക്. ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നൊരു സാധനം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കാണ്. കാരണം ബേസിക്കലി ഒക്കെ വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇത് പഠിക്കണം, ഇത് എൻ്റെ കരിയർ ലൈഫിൽ അക്കാഡമിക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളെയും സംബന്ധിച്ച് ഇതങ്ങനെ ആവണമെന്നില്ല, കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളുകളാകുമ്പോൾ ഫാമിലി എല്ലാം കൂടിയായിട്ട് അവരുടെ ലൈഫിലെ തന്നെ ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ ആയിരിക്കും അവരുണ്ടാവും. അതിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. പക്ഷെ അവരും പറയുന്നൊരു പ്രശ്നങ്ങളൊന്നാണ് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിത ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ബാക്കി പല ആളുകളെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചാണ് എഫേർട്ട്. അതെന്തുകൊണ്ടാണ് എന്നിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ ആ ലെസ് നമ്പർ ഓഫ് ഡേയ്സിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിതക്ക് പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നിത കൺസിസ്റ്റൻസിയിൽ വർക്കൗട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയത്? ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ 24/7 നമുക്ക് ഒരാൾക്കും പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഈ എക്സാം എഴുതുന്നത്, അല്ലാതെ അവർക്ക് ഒരു എക്സ്ട്രാ ഒരു കഴിവോ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. സോ ആ ഒരു കൺസേൺ അത് നമ്മൾ ആദ്യം തന്നെ മാറ്റുക. എനിക്കിത് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഇസ് JRF ഓർ നെറ്റ്, നമുക്ക് എന്തായാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ബുക്കും കൊണ്ട് നടക്കുന്ന ആളല്ല. ഇപ്പോൾ ഒരു 5 മണിക്കൂർ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ആ 5 മണിക്കൂർ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞാൻ ഓഫാക്കി ഇടും. വേറെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തു, യൂസേജ് കുറച്ചു. മാക്സിമം വായിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ചിലപ്പോൾ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും, അതിലേക്ക് തിരിച്ചു വരും. റിവൈസിങ്ങും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഈവൻ ദോ സിലബസ് അത്രയും വാസ്റ്റ് ആണെങ്കിലും. ചിലപ്പോൾ NFT പോലുള്ള ടോപ്പിക്സൊക്കെ രണ്ടാമതിലേക്ക് വരും എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും. ഇപ്പോൾ മാരിറ്റൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ ഫുൾ ടൈം അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കുറച്ചൊരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരുമായിട്ട് കത്തിയടിക്കണമെന്ന് ആഗ്രഹം ഉള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് അതിന് വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ഒക്കേഷൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ഗ്യാതറിംഗ് ഉള്ള സമയത്ത് ഞാൻ മുകളിലായിരിക്കും, ഞാൻ പഠിക്കുകയായിരിക്കും. അത് ഗ്രാജുവലി എൻ്റെ പാരൻസും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെനിക്കൊരു ബേർഡൻ ആയിപ്പോയേനെ, ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ആ ഒരു ഫൈറ്റിങ് അത്ര ഇൻറ്റൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഐ യൂസ് ടു ടെൽ, എനിക്ക് വയ്യ, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് തോന്നും കാറിൽ ഇരുന്ന് വായിക്കാം എന്നൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു 24/7 ബാക്ക് ഓഫ് അവർ മൈൻഡ് ഇതാണ് നമ്മുടെ ഒരു എയിം. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നാലും ഇതിലേക്ക് വരണം എന്നുള്ളൊരു നമ്മുടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 2 ദിവസം ഒരു ഗ്യാപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റിക്ക് ടു ദാറ്റ്. കാരണം ഈ 6 മാസം നീ കഷ്ടപ്പെട്ടാൽ മതി എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. മിററിലൊക്കെ നോക്കി ഞാൻ പറയും, 6 മാസം കഷ്ടപ്പെട്ടാൽ പോരെ, 1 കൊല്ലം കഷ്ടപ്പെടണോ, നമുക്ക് കോളേജിൽ കയറാം എന്നുള്ളൊരു മന്ത്രം എൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും വെക്കുക എന്നുള്ളതാണ്. പഠിക്കുന്ന സമയം എഫക്റ്റീവ് ആക്കി പഠിക്കുക, ബാക്കിയുള്ള സമയം കളിച്ച് പഠിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പരമാവധി എൻജോയ് ചെയ്ത്. എനിക്കതൊരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, റിസർച്ചിന് പോകേണ്ടതാണ്, വായിക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കും ഗ്രൂപ്പിൽ മെസ്സേജ് കാണും, ഇതാരെഴുതിയേ അതാരെഴുതിയേ. അപ്പം നമുക്കൊരു വാശി കയറുമല്ലോ, എല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ഒന്ന് 2 മണിക്കൂർ ഉറക്കം കളഞ്ഞാലും എനിക്ക് സുഖമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഹാപ്പിലി അല്ലെങ്കിൽ പീസ്ഫുള്ളി എനിക്ക് കിടന്നുറങ്ങാം എന്നുള്ളൊരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട്. അപ്പം നിത, ലാസ്റ്റ് ഒരു പാരൻസ് മനസ്സിലാക്കിയ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള ആസ്പെക്റ്റിലേക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ത്രൂ ഔട്ട് ഈ കേരളം ഇങ്ങനെ സഞ്ചരിച്ച് ഓരോരോ ഇഫറേറ്റ്സിനോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, എല്ലാവരുടെ വിജയത്തിലും സപ്പോർട്ട് സിസ്റ്റംസ് വളരെ വളരെ ഒരു കീ റോളാണ്. അൾട്ടിമേറ്റ്ലി നിത പറഞ്ഞ പോലെ പഠിക്കുന്ന നിത തന്നെയാണ്. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് വന്നപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞത്, പഠിച്ചത് ഒരാളാണെങ്കിലും വിജയിക്കുന്നത് എല്ലാവരും അല്ലേ, ബേസിക്കലി അതാണ്. അപ്പം നിതയുടെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് ഐ തിങ്ക്, അതായത് നിതയ്ക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലെസ് ദാൻ ഓർ അറൗണ്ട് 1% ആളുകൾ ക്വാളിഫൈ ചെയ്യുന്ന JRF, ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ചോദിക്കുമ്പോൾ നിതയ്ക്ക് പറയാനുള്ള നിതയുടെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച്, മേ ബി റിലേറ്റീവ്സ്, ടീച്ചേഴ്സ്, ഇഫറിനെ കുറിച്ച് പറയണ്ട കേട്ടോ, ഓൾറെഡി പറഞ്ഞു. ഇതല്ലാതെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച്
കുറിച്ചൊന്ന് പറയോ? ആളുകളുടെ പേരും പറയാം, ദാറ്റ് വിൽ ബി ബെറ്റർ. ഐ തിങ്ക് ദാറ്റ് ഹാസ് ടു ബി ഡിക്റ്റേർഡ് ടു ദി വേൾഡ് ഓൾസോ ഹൗ ഇറ്റ് വർക്ക്ഡ്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഞാൻ പിന്നെയും പറയും, എൻ്റെ പാരൻസ് ലാംഗ്വേജ് ടീച്ചേഴ്സാണ്. ഒരാൾ അറബിയും ഒരാൾ ഇംഗ്ലീഷുമാണ്. പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടും തല ഉയർത്തി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കറിയാം എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതും പഠിച്ചാൽ എന്താണ് ഗുണം എന്നുള്ളതും നല്ല പോലെ എന്നെ ചെറുപ്പം തൊട്ടേ ഇൻസ്റ്റിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉഴപ്പാൻ എന്നോട് ഇതുവരെ നീ ഇരുന്ന് പഠിക്കുന്നു എന്നോട് എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞിട്ടില്ല. കാരണം അവർ എന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മൈ ഫാദർ ഇസ് സ്റ്റിൽ ലേണിങ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുമ്മാ പോയി എടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നമുക്ക് തന്നെ പറ്റുന്നില്ല റെഗുലറായിട്ട് പോയിട്ട്, പിന്നെ എങ്ങനെയാണ് ഈ വർക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ. ഇപ്പം എൻ്റെ ഉമ്മയാണെങ്കിലും ഇപ്പോൾ ഇഗ്നോയിൽ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വളരുമ്പോൾ ഇത് ലക്ഷറി എന്നല്ല, പക്ഷേ കൾച്ചർ, അതെ, ഇതൊരു നോർമലൈസ് ചെയ്തേക്കാണ്. എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്, നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുഷ് ചെയ്ത് വിടുക, ഫിയർ വരുമ്പോൾ ചെല്ല് അത് മൈക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരെ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പാൽപിറ്റേഷൻ ആയിരിക്കും, നെഞ്ചിടിക്കും. പക്ഷേ വൺസ് ഐ ഗെറ്റ് ദ മൈക്ക്, ആ സ്റ്റേജ് ഞാൻ ഓൺ ചെയ്യും. അത് എനിക്ക് ഇവർ തന്നിട്ടുള്ള ഒരു മെൻറ്ററിങ്ങിൻ്റെ ഗുണമാണ്. ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ, വാപ്പ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റെ ഉമ്മാടെ ഉമ്മ ആലപ്പുഴയിലാണ്. അവരിടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, പ്രയറുണ്ടേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടേ, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉപ്പാടെ ഫാമിലി ആണെങ്കിലും ജോയിൻറ്റ് ഫാമിലിയാണ്. അവരിപ്പോൾ ഞാൻ ഓൺലൈൻ ആണല്ലോ, അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ യൂഷ്വലി എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കും. കാരണം നമുക്ക് എവിടെ പോയാലും നമുക്ക് പഠിക്കാം, ഐഫർ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവർ നമുക്കൊരു പോസിബിലിറ്റി ഒരുക്കി തരികയാണ്, നീ ആ റൂമിൽ പൊക്കോ പഠിക്കാൻ. സോ ലൈക്ക് അവർ നമ്മളെ വേറെ ഒരു കാര്യത്തിനും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെപ്പോഴും പറയും, റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് വാപ്പാനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് JRF കിട്ടി, അപ്പം എനിക്കറിയായിരുന്നു നിനക്ക് കിട്ടും. അപ്പോൾ ഞാൻ ലൈക്ക് വാട്ട്, എനിക്കറിയായിരുന്നു നിനക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, എന്നോട് നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ എക്സാം കഴിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, കുഴപ്പമുണ്ടായില്ല, എളുപ്പമായിരുന്നു എന്ന്. അപ്പം ഞാൻ തന്നെ ഒന്ന് ഞെട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെയിൻ എക്സാം കഴിഞ്ഞിട്ട് എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മകളിലുള്ളൊരു വിശ്വാസമായിരിക്കും. പക്ഷേ എന്നെ ഒരിക്കലും നിനക്ക് JRF കിട്ടും എന്ന് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ എന്നോട് എൻ്റെ വാപ്പ പറഞ്ഞിട്ടില്ല. കാരണം അതെനിക്കൊരു പ്രഷറാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടായിരിക്കും. സാരില്ല, ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ലെങ്കിൽ നമുക്ക് PhD കിട്ടുമല്ലോ, നമുക്ക് ചേരാം, PhDക്ക് ചേരാം, എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. JRF എന്നൊന്നും എന്നോട് അങ്ങനെ പറഞ്ഞ് അതൊരു മെയിൻ ഡ്രീം ആക്കി എൻ്റെ ഉള്ളിലേക്ക് തന്നിട്ടില്ല. പക്ഷെ ഗ്രാജുവലി വാപ്പാടെയും ഉമ്മാടെയും ഒരു എന്താ പറയുക, ഹോപ്പ് ഉണ്ടെന്നുള്ളത് ഉള്ളിലേക്ക് അൺകോൺഷ്യസ്ലി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. JRF എടുക്കേണ്ട ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. പിന്നെ പോരാത്തിന് ഞാൻ ആൻസർ കീ നോക്കിയിട്ടില്ല. ആൻസർ കീ, അപ്പോൾ എന്നും പറയും, നിനക്ക് എന്തിനാ എത്ര പേടി, ആൻസർ കീ ഒക്കെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എന്തിനാ, ഇനിയിപ്പോൾ ആ ഒരു ബ്രിമ്മിലൊക്കെയാണ് നിൽക്കണമെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ മാറി മറിയാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാർ ബാക്കിയുള്ളവർ ചെയ്തോട്ടെ, അത് സാർ എത്രമാത്രം എന്നോട് യോജിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് പേഴ്സണലി കുറച്ച് ചാൻസസ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി സ്വീകരിച്ചത്. അപ്പോൾ ഉമ്മ പറയും, അന്ന് ഓക്കെ, വരുമ്പോൾ വരട്ടെ. അപ്പോൾ അത്രയും സന്തോഷം എനിക്ക്. ഇപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരാണ്. സ്റ്റാറ്റസ് ഇടുന്നതും സ്റ്റോറി ഇടുന്നതും അതുപോലെ തന്നെ ആൾക്കാരെ വിളിച്ച് പറയുന്നതും. ഈവൻ അവരെയാണ് എൻ്റെ സൊസൈറ്റി കൂടുതൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. മോൾക്ക് നിങ്ങൾ കൊടുത്തൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ എന്നെ ഒരു 20 വയസ്സിൽ എന്നെ പോണ്ടിച്ചേരി വിട്ടു. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണ്. എൻ്റെ പേരിലുള്ളൊരു വിശ്വാസത്തിലാണ് എന്നെ പോണ്ടിച്ചേരിയിലേക്ക് പഠിക്കാൻ വിട്ടതും. ഇപ്പോഴും പറക്കാൻ അനുവദിക്കുക എന്ന് പറയില്ലേ, നമുക്ക് ചിറകുണ്ടായിട്ട് കാര്യമില്ല. സോ ലൈക്ക് ദർ ഷുഡ് ബി സമ്മൺ നമ്മളെ അതിനു വേണ്ടി വിടുക എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഉമ്മയുടെ ഉപ്പയുടെയും പേരും വർക്ക് ചെയ്യുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന്. ഉപ്പ മുസ്തഫ, PK മുസ്തഫ. അദ്ദേഹം ഇപ്പോൾ ഒരു CBSE സ്കൂളിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. വിളയങ്കോട് അൽഫല ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയും, മലപ്പുറത്താണ്. അതിനു മുമ്പ് നാഷണൽ ഉദ സെൻട്രൽ സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചാവക്കാട്. ഉപ്പ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി ജോലി ചെയ്തുകൊണ്ട് ഇപ്പം എനിക്ക് ഒരുപാട് കൾച്ചർ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ണൂരും കൊടുങ്ങല്ലൂർ, കണ്ണൂർ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ. അതുപോലെ ഉമ്മ ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് എയ്ഡഡ് സ്കൂളിൽ അറബിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഉമ്മ വളരെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. സ്വന്തം കഴിവിൽ അറബിക് കലോത്സവത്തിനൊക്കെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ജില്ലയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലൊക്കെ A ഗ്രേഡും പൊസിഷൻസൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ള കലയോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു തോട്ട്സ് പറഞ്ഞാലും ചിലപ്പോൾ അത് അപ്സേർഡ് ആയിരിക്കാം.
അവരതിരുന്ന് കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം വൈബ് മാച്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ, Yes, yes, ലൈക്ക് ഒരു ഗ്യാപ്പ് ജനറേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വന്ന് നമ്മുടെ കൂടെ അതിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നൊരു ചൈൽഡ് അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ ഗോയിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ഒരുപാട് ആളുകൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഹൈലി ഒരു കമ്പറ്റേറ്റീവ് ആസ്പെക്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതുകൊണ്ട്, ജസ്റ്റ് ആഫ്റ്റർ ഡിഗ്രി. അപ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുമെന്ന് അവർക്കറിയാം. നിത കിട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പലരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഇൻസ്പയർഡ് ആയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് അല്ലാത്ത സബ്ജക്റ്റിലൊക്കെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട്, കാൻഡിഡേറ്റ്സിനോട് ആസ് എ ഫൈനൽ ടേക്കിംഗ് ഇതൊക്കെ എന്താണ്? ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു വിശ്വാസം നമ്മളിൽ വേണം എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ എഫേർട്ട് ഇടാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ ചുറ്റുള്ള എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. ബട്ട് ഒരു ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഇമ്പോസിബിൾ അല്ല എന്നുള്ളത് ഞാൻ വളരെ എക്സാമ്പിൾ ആയിട്ടൊന്നും പറയുന്നില്ല, ബിക്കോസ് എന്നെക്കാട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കേപ്പബിലിറ്റി ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ചിലപ്പോൾ 4 മാർക്കിനും 2 മാർക്കിനൊക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ എത്തുന്നു ഉള്ള ഒരു വിചാരം പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെൻ്റെ സമയമായിരിക്കും, അടുത്തതായിരിക്കും നിങ്ങളുടെ സമയം, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ബേസ്ഡ് ഓൺ ലക്ക്. അതുപോലെ തന്നെ ആ ഒരു മൊമെൻറ്റിലുള്ള, പിന്നെ മാക്സിമം സ്ട്രെസ്ഡ് ആയിട്ട് കാര്യമില്ല, എന്തായാലും നിങ്ങൾ ആ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്ക് കുറവ് കിട്ടും എന്നുള്ളതിൽ ഒരു ലാഭവും ഇല്ല. സോ കൂളായിട്ട് കുറേയൊക്കെ ആ സ്ട്രെസ്സ് മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്നുള്ളത്. പിന്നെ അതുപോലെ കണ്ടിന്യൂ റീഡിങ്, പഠിക്കാനൊരു സമയം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഇഫ് യു ആർ പ്രിപ്പയറിങ് ഫോർ നെറ്റ്, ബിക്കോസ് യു ആർ എ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്, ഈവൺ ദോ ഇറ്റ് ഈസ് ഓൺലൈൻ ഓർ. കാരണം ഒരു യൂണിവേഴ്സിറ്റിയും നമുക്ക് നെറ്റിന് കോച്ചിങ് തരുന്നില്ല, അല്ലെങ്കിൽ ഒരു കോളേജസും നമുക്ക് നെറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവിടെ നമുക്കില്ല. നമ്മളൊരു സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ ഇതുപോലുള്ള എമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെ നെറ്റ് പഠിപ്പിക്കുന്നത്. സോ ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് എ പ്രൈമറി നീഡ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയം സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് വേറൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇഫ് യു ട്രൈ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇഫ് ഐ ക്യാൻ, യു ഓൾസോ ക്യാൻ. Okay, so that's it. Once again, congratulations Nida for qualifying JAR, especially in the first attempt in the English. Okay, so that's it. Thank you. നമ്മളിപ്പം ഓൾറെഡി സംസാരിച്ചത് നിത മുസഫയുമായിട്ടാണ്, ചാവക്കാടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇംഗ്ലീഷിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള. അപ്പം നിതയോട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ കീ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിരുന്നു നിതയുടെ വിജയത്തിൽ ആ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം വർക്ക് ചെയ്ത്, എസ്പെഷ്യലി നിതയുടെ പാരൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പാർട്ട്ണറെ ഭയങ്കര ഇഷ്ടമാണ്, എങ്ങനെയാണ് ഞാനൊരു കറക്റ്റ് സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവേണ്ടത് എന്നുള്ളത്. അപ്പം നിത ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ആളാണ്, നിതയുടെ സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിതയുടെ സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് തന്നെ അത് ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ നിതയോടും പറഞ്ഞു, നമ്മളൊക്കെ പറയുന്നത് പഠിക്കുന്നത് ഒരാളാണെങ്കിലും ജയിക്കുന്നത് എല്ലാവരുമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ ഫസ്റ്റ് മാം. സോ ബേസിക്കലി കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, ഇപ്പം ഞാൻ നിതനോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് നിത പറഞ്ഞൊരു ആസ്പെക്റ്റ്, ഇപ്പം എസ്പെഷ്യലി ടീച്ചേഴ്സ് കൂടി ആയതുകൊണ്ട് തന്നെ ഞാനൊക്കെ എൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുമ്പോൾ പലരുടെയും പരിചയത്തിലുള്ള ലൈഫ് എടുത്ത് നോക്കുമ്പോഴേക്കും പാരൻസൊക്കെ വളരെ ഒരു സ്ട്രിക്റ്റ് സ്റ്റഡി റെജീമാണ് പല വീട്ടിലും ഉണ്ടാക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായ അതായത് രാത്രി ഇത്ര സമയം പഠിക്കണം, അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുക, രാവിലെ എണീറ്റിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ഉറങ്ങുന്ന സമയത്ത് ഈ പഠിച്ച് തീർത്തോ, അങ്ങനെ പല സെറ്റ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു സ്നേഹം കൊണ്ട് തന്നെ ചെയ്യുന്നൊരു ആസ്പെക്റ്റാണ്. പക്ഷേ ഞാൻ ഇതിയോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഒരു പഠന റെജീം, ഒരു പഠനത്തിൻ്റെ ഒരു സ്കെഡ്യൂൾ ഒരിക്കലും നിതയുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇതെല്ലാം പഠിക്കുന്നുണ്ട്. നിത ലെസ് ദാൻ അറൗണ്ട് 1% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബീങ് എ പാരൻസ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റാദർ ദാൻ ഒരു ഫിക്സഡ് റിജിഡ് സ്റ്റഡി സിസ്റ്റത്തിനേക്കാളേറെ ഒരു സ്റ്റഡി കൾച്ചർ, മേ ബി നിതക്ക് പോലും മനസ്സിലാവാതെ, ബാക്കിയുള്ളവർക്ക് പോലും മനസ്സിലാവാതെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്റ്റഡി കൾച്ചറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പാരൻസിനും മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്നോടുള്ള ഒരു ഉത്തരം എന്നുള്ള നിലക്കല്ല, എങ്ങനെയാണ് ബീങ് എ പാരൻസ് ഒരു ഇന്നത്തെ കാലത്ത് ഒരു സ്ട്രിക്റ്റ് റിജിഡ് എന്നൊന്നും മക്കൾക്ക് ഫീൽ ചെയ്യാതെ, എന്നിരുന്നാൽ അവർ പഠനത്തെ ഇഷ്ടപ്പെടുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അത് സ്വാഭാവികമായും അത് അവളുടെ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് അവളോട് പഠിക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മൾ
അതുപോലെ തന്നെ നമ്മളവളെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് അവൾക്ക് ഇപ്പോൾ 10th മുഴുവൻ A+ വാങ്ങിയാലാണ് എല്ലാ വിഷയത്തിലും. അപ്പോൾ നമ്മളവൾക്ക് സ്ട്രെയിൻ കൊടുത്തിട്ടില്ല. അവൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഒരു പക്ഷേ ഒരു തോൽവി ഉണ്ടായാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തിൽ ആണ് ഞാൻ പറയും. ഇപ്പോൾ അവൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ എഴുതിയിട്ട് എന്നോട് വളരെ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവളോട് നീ പാസ്സാവും എന്നുള്ള പ്രതീക്ഷയും ഉറപ്പും കൊടുക്കാതിരിക്കാൻ കാരണം അതൊരു ഓവർ സ്ട്രെയിൻ ഉണ്ടാവാതിരിക്കാൻ. പലപ്പോഴും ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ 12 മണി 1 മണി 2 മണിക്കൊക്കെ എനിക്ക് നടക്കും. കാരണം ഇവർ പഠിക്കായിരിക്കും. ഉറങ്ങുമ്പോഴാണ് എനിക്ക് സന്തോഷം. കാരണം അവർക്ക് വേണ്ടത് ഈ റെസ്റ്റ്ലെസ്സിനേക്കാളും കൂടുതൽ മനസ്സൊന്ന് എന്താ പറയുക, ഒന്ന് തണുത്ത് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാവലാണ്. അപ്പോൾ അങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ട് അവരൊപ്പം നടക്കുകയും ഒപ്പം എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യുകയും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് പറയാതെ തന്നെ നമുക്ക് അവളെക്കുറിച്ച് ആ വിഷയത്തിലെ കോൺഫിഡൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ അവളെ ഈ പഠിച്ച് വലിയ മാർക്ക് വാങ്ങുന്നതിനേക്കാൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി എന്താ പറഞ്ഞ ശരിക്കും നിന്ന് പവർഫുള്ളായിട്ട് സംസാരിക്കാനും ഒരു സമൂഹത്തിന് വേണ്ട രീതിയിൽ ഉള്ള ഒരാളായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് ഉയർന്നു നിൽക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് വളരാൻ നമ്മൾ പറയാം 360 ടൈപ്പ് ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതല്ലെങ്കിൽ എന്താ പറയുക ഒരു കംപ്ലീറ്റ് ഒരു പേഴ്സണാലിറ്റി എന്നുള്ള വളരാണ് ഞാൻ അവളെ പരിശീലിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവൾക്ക് MBBS പോയിക്കൂടാ, എന്തുകൊണ്ട് ഇവൾക്ക് ഒരു പക്ഷേ എൻജിനീയർ ആയിക്കൂടാ, എന്തുകൊണ്ട് വേറെ എടുത്തുകൂടാ. ഞാൻ പറഞ്ഞ അവൾക്ക് എന്താണോ ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം. അവൾക്ക് എന്ത് പഠിക്കാനാണ് ഇഷ്ടം അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു, അതാണ് എൻ്റെയും കൂടി ഇഷ്ടം. കാരണം അതിലാണ് അവൾക്ക് വളരാൻ പറ്റുക. ഇൻറ്റേർണലി ഷീ വിൽ ബി റിച്ച്. പുറമേ കാണുന്നതല്ല, അവൾ ഇപ്പം സന്തോഷിക്കുകയായിരിക്കും. ആ സന്തോഷം മനസ്സിന് ഹെൽത്ത് കൊടുക്കും, ശാരീരികമായിട്ട് ഹെൽത്ത് ഉണ്ടാവും. മാത്രമല്ല വലിയ വിഷൻ സെറ്റ് ചെയ്യാൻ അവർ സഹായിക്കും. അവർ വലിയ ആളായിട്ട് മാറും. അത് അവർക്കറിയുള്ളൂ. നമ്മളോട് പറയാത്തയും പല സ്വപ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾ മോൾഡ് ചെയ്യലല്ല, അവരാരാണോ ആവുകയെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മളവരെ ഗൈഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് നമ്മൾ പറയില്ലേ ഒരു മോഡറേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് പരമാവധി ഞാൻ ചെയ്തതിന് ഐ എം ഹാവിങ് 100% കോൺഫിഡൻറ്റ് ഇൻ ഹെർ. അത് മുഴുവനായിട്ടുണ്ട് താനും. ഓക്കെ കോട്ടിൻ. അപ്പോൾ ഇതിലിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് പഠനത്തിൽ അവരുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാവുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ പറഞ്ഞു ചെറുപ്പത്തിൽ തൊട്ട് മോളോട് പഠിക്കണമെന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഒരു വാട്സൻ്റെ ഒക്കെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. എനിക്ക് നിങ്ങൾ ചെറിയൊരു കുട്ടിയെ തരും, ആ കുട്ടിയെ ഞാൻ വേണമെങ്കിൽ ഡോക്ടറാക്കാം, എൻജിനീയർ ആക്കാം, ഇനി കള്ളനാക്കാം, ബെഗ്ഗറാക്കാം, എന്തുമാക്കാം, എനിക്ക് നിങ്ങളൊരു കുട്ടിയെ തരൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഉപ്പ പറഞ്ഞത് മോളോട് ചെറുപ്പത്തിലേ പഠിക്കണമെന്ന് പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടിയും ജനിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയാതെ പഠിക്കണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചെറുപ്പത്തിൽ നിതയുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുണ്ടാക്കിയ ഒരു കൾച്ചറാണ്. എന്തുകൊണ്ടാണ് എല്ലാ പാരൻസിനും കുട്ടികൾ അങ്ങനെ പഠിക്കാത്തതെന്ന് ചോദിച്ചാൽ എല്ലാ പാരൻസും കൾച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഡെലിബറേറ്റ്ലി ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല പഠിക്കുക എന്നുള്ളത്. പക്ഷേ പഠിക്കാതെ തന്നെ മക്കൾ പഠിക്കുന്നതാണ് എല്ലാ പാരൻസും സ്വപ്നം കാണുന്നത്. പക്ഷേ അതും ചെറുപ്പത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില കൾച്ചറുകളായിരിക്കാം ചിലപ്പം ആ ഒരു കുട്ടി. അപ്പം നിത എങ്ങനെയാണ് ചെറുപ്പം, ഞാൻ എക്സാക്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതല്ല, ബാക്കിയുള്ള പാരൻസ് എങ്ങനെയാണ് ആ ഒരു കൾച്ചർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിതയുടെ ഒരു ഇനീഷ്യൽ കാലത്തിൽ എന്ത് ഒരു ആംബിയൻസ് എൻവയോൺമെൻ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്? നിത ശരിക്കും 1 വയസ്സ് ഒക്കെ ആകുമ്പം ഒമാനിലായിരുന്നു, ഗൾഫിലായിരുന്നു, മസ്കറ്റിൽ. അപ്പോൾ അവിടെ നിൽക്കുമ്പം അവിടെ നിന്ന് നമുക്ക് സ്കൂളിലേക്ക് അവളെ വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പാകിസ്ഥാനി ബംഗാളി കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് ഇവള് എൻ്റെ അടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു KG പോകേണ്ട ഒരു പ്രായമാണ്. KGയിൽ ഞാൻ വിട്ടിട്ടില്ല, LKG പോയിട്ടില്ല, UKG ഒന്നും പോയിട്ടില്ല ആൾ. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഞാനിവരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷായാലും മലയാളം, അറബി, ഹിന്ദിയൊക്കെ അവിടെ ഇരുന്നിട്ട് ലെറ്റേഴ്സൊക്കെ നോട്ട് ചെയ്യും, വായിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ നാട്ടിലിവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ട് ഇവിടെ CBSE ഇവിടെ രാജ സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ പറഞ്ഞു KG ഒന്നും പഠിക്കാത്ത കുട്ടികളെ അഡ്മിഷന് പ്രയാസമാണ്, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞാലേ കയറാം. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. അത് അവൾ എന്തും വായിക്കും എന്നറിയാം. ഇപ്പോൾ ഒരു ഹിന്ദി ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവൾ നല്ല ഫ്ലുവൻ്റായിട്ട് ഹിന്ദി വായിച്ചു, അറബി വായിച്ചു, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ആ ഒരു രീതിയിലാണ് അവൾ അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ബേസിക് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാം, അവൾ ഓരോ കുട്ടികളെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുകയും അങ്ങനെ ഒരു കുട്ടികൾ. ഇപ്പോൾ ഈ 3 കുട്ടികളിലാണെങ്കിൽ 3 പേരും 3 തരും. നിതയെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് കൂടെ നിൽക്കുകയും ചോദ്യം ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും.
പിന്നെ ക്വിസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എനിക്ക് GK ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയായത് കാരണം ഞാൻ കുറച്ച് മടിയൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഞാൻ ന്യൂസ് പേപ്പർ ഇപ്പോഴത്തെ പോലെ അത്ര അങ്ങോട്ട് ഹൈടെക് ഒന്നും ആകാത്ത സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പർ നോക്കിയിട്ടും ഒക്കെയാണ് ഇവളെ പഠിപ്പിക്കുക. ബുക്സ് ഞാൻ വായിച്ചിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൾ പിന്നെ ഇവിടെ ലിറ്റിൽ സ്കോളർ നമ്മുടെ മുതുകാട് ഗോപിനാഥ് മുതുകാടിൻ്റെ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ പിന്നെ നമുക്ക് ഇവളുടെ പുറകെ നടക്കാനൊന്നും നേരമില്ല. അവളത് തന്നെ കൊണ്ട് നടക്കും. ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ പഠിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. 10ാം ക്ലാസ് വരെ ഫുൾ A+, 10ൽ ഫുൾ A+ വാങ്ങി. അത് കഴിഞ്ഞ് +2 ആയപ്പോഴേക്കും ഇംഗ്ലീഷിന് ഫുൾ മാർക്കായിരുന്നു. അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷിനോട് ഒരു പാഷനാണ് ഇപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ ഉപ്പയൊക്കെ ആണെങ്കിൽ അവളോട് എപ്പോഴും പറയും, എപ്പോഴും പിന്നെ മെഡിസിന് പോകണം, എൻട്രൻസ് എഴുതിയിട്ട് എഞ്ചിനീയറിങ്ങിന് പോകണം. അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് ടാലൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലാണ് അവർ ഏറ്റവും നല്ലത്, ആ ഒരു ലെവലാണ്. പക്ഷേ ഇവളെപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചിട്ട് നമ്മളതൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ പോട്ടെ എന്ന് വെച്ച് ഡിഗ്രിക്ക് അവൾക്ക് ഇഷ്ടമായിട്ട് തന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് ഇവിടെ LF കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടിയെ പുറത്ത് പഠിപ്പിക്കാനൊന്നും നമുക്കിഷ്ടമില്ല. ഒന്നാമത് പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് സെൽഫിഷ് ആവുമല്ലോ. കുട്ടികളവിടെ പോയാൽ അങ്ങനെ ആവും, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അവൾ തന്നെ അതിൻ്റെ ഉള്ള പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് അതിന് വേണ്ടി പഠിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം പറയുക ചെയ്തത്, എക്സാം എഴുതിയിട്ട് എനിക്ക് ജയിച്ചു, എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന്. അപ്പം നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. പിന്നെ നമുക്ക് അവളെ പുറത്ത് വിടാതിരിക്കാൻ പറ്റില്ല. അവളായിട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് അവൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം പഠിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കണം, ഒരാഴ്ച എനിക്കൊന്ന് ബ്രേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് എനിക്ക് നെറ്റ് പിന്നെ കിട്ടണം. അങ്ങനെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അവൾ തന്നെ, നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പിന്നെ ഇവിടെ എങ്ങനെയെങ്കിലും നെറ്റ് പഠിച്ചെടുക്കും എന്നുള്ള ഒരു ഇതാണ്. ഒന്നാമത് ഞങ്ങൾ രണ്ടും തിരക്കാണ്. രാവിലെ പോകും, വൈകുന്നേരം വരും. അപ്പോൾ ഇവള് നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല. അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ശ്രമിക്കും. ഒരു ദിവസം നോക്കിയിട്ട് ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് ഒറ്റയ്ക്കിരുന്നൊന്നും പഠിക്കാൻ പറ്റില്ലമ്മ, ഐഫറിൽ ജോയിൻ ചെയ്യാൻ ഞാൻ, അത് നല്ലതാണ്. എന്നാൽ മൊത്തത്തിൽ ഞാൻ നോക്കിയപ്പോൾ അതാണ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കുക, എന്താ ഐഫർ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. നമ്പർ തരാം വെച്ച് ഒന്ന് കോൺടാക്റ്റ് ചെയ്യും, ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാടെ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ വിളിച്ച് ഒക്കെ ചെയ്തപ്പോൾ അവൾ ചൂസ് ചെയ്തതാണല്ലോ, അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നി. പിന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവളെ നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ ഒരു എയിം അവൾക്ക് ഉള്ളത് കാരണം അവളത് നേടുമെന്ന് നമുക്കറിയാം. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ തിരക്കുള്ള ആളാണ്. ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടും നോക്കണം. അപ്പോൾ ഇവളൊരാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നോർമലി ഒരു ഹെൽപ്പിന് നമ്മൾ എന്തെങ്കിലും, പിന്നെ ഞാൻ പറയും വേണ്ട, അവളുടെ കാര്യം നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇവളുടെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, നിത ഭയങ്കര ലക്കിയാണ്, കാരണം ഫ്രീ ആണല്ലോ, മാരീഡായിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളവരും ഒക്കെ നമ്മൾ കാണും. പിന്നെ ഓരോ കാര്യങ്ങളും, ഓരോ ക്ലാസ് അനീസാറിനെ കുറിച്ചും ബാക്കി മെൻറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ക്ലാസ്സൊക്കെ കാണും. ഞങ്ങൾക്ക് എപ്പോഴും ഇവളിങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങൾ വീക്കെൻഡൊക്കെ ഒന്ന് പുറത്തു പോകും. അപ്പോഴും ഇതേപോലെ ക്ലാസ് ഉണ്ടാവും, കാറിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കാണാം. സാറിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന ആളാണ്. ഞാൻ പറയും അത് ഓൺ ചെയ്ത് നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അവളുടെ ഒപ്പം തന്നെ കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്നോട് ഇങ്ങനെ ഓരോ ടെൻഷൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെക്കാട്ടി അപ്പുറം നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യില്ല, കാരണം നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുകയും അവർ ആകെ ടെൻഷൻ അടിക്കുമ്പം ഒന്നുകൂടെ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നി ഇവള് അത് ക്രാക്ക് ചെയ്യും എന്തായാലും. ഇതിൽ ഒറ്റൊരു ക്വസ്റ്റൻ കൂടി ഉമ്മ പറഞ്ഞതിന് ഞാൻ നിതയോട് ചോദിച്ചൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്കൂളുകളിലൊക്കെ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ സ്കൂളിലൊക്കെ കുറേ എക്സ്ട്രാ കരിക്കുലർ ഓപ്ഷൻസ് ഉണ്ട്. പലയിടത്തും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു സത്യം പറഞ്ഞ ഒരു അൺഹെൽത്തി കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസിനെ സംബന്ധിച്ച് ഇപ്പം നീറ്റ് ആണെങ്കിലും വലുതായിട്ട് നെറ്റ് ആണെങ്കിലും ഒക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വിടാൻ കുറച്ച് പേടിയാണ്. ഇപ്പോൾ അതൊരു കളിയാണ്, അതൊരു അക്കാഡമിക് ആസ്പെക്റ്റ് അല്ല.
അപ്പൊ അതിൽ വിട്ടുള്ള സമയം കൂടി ഇവർക്ക് ട്യൂഷന് പോയിക്കൂടെ, കോച്ചിങ്ങിന് പോയിക്കൂടെ, ആസ്പെക്ടിലേക്കൂടെ. പക്ഷെ ഞാനിപ്പോൾ ഇവിടുത്തെ ഷോക്കേസിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എക്സൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഉമ്മയുടെ ടേക്കിൽ അപ്പിലേക്ക് വരാം. എത്രത്തോളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നീന്ത പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഞാനിവിടെ ചോദിക്കാൻ കാരണം അത് എത്രത്തോളം ഒരു അക്കാഡമിക് ആസ്പെക്റ്റിലുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇതിന് ഉത്തരം കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വിടണോ എക്സ്ട്രാ കരിക്കുലറിന് വിടണോ, ഇത് രണ്ടും കൂടി നടക്കുമോ എന്ന് കൺഫ്യൂഷനുള്ള ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ജയിച്ചു കഴിഞ്ഞത് ഇതൊക്കെ ചെറിയ ഒന്നാമത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കേണ്ടി വരും. എനിക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ പങ്കെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ഒക്കെ ഇവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ 3 പേരായാലും നന്നായി ഡാൻസ് ചെയ്യും കുട്ടികൾ. അപ്പോൾ അങ്ങനെ പിന്നെ നിത എന്ന് പറഞ്ഞാൽ ഈ പഠനത്തോടൊപ്പം തന്നെ നിത എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. കരാട്ടെ കാര്യങ്ങൾക്ക് അവൾ ഏതോ ബെൽറ്റ് വരെ എത്തി, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ തിരക്കുകൊണ്ടങ്ങ് നിർത്തിയതാണ്. പിന്നെ ന്യൂസ് റീഡർ, ഏറ്റവും ബെസ്റ്റ് ന്യൂസ് റീഡറായിട്ട് അവൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങളിലായിട്ട്. പിന്നെ ആങ്കറിങ് സ്ഥിരമായിട്ട് ചെയ്യും. നമ്മുടെ ഇപ്പോൾ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഇവിടെ നടക്കുന്നുണ്ട്, അതിലെ മെമ്പറൊക്കെ വളണ്ടിയറൊക്കെയാണ്. അപ്പോൾ അതിൽ ആങ്കറിങ്ങിനൊക്കെ വിളിച്ചാൽ സ്ഥിരം നിതയാണ് പോണത്. ഇവിടെ നമുക്ക് അസർ സെൻ്റർ ഉണ്ട്, കുട്ടികളുടെ ഇതേപോലെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട്. അതിലെല്ലാം സ്ഥിരമായിട്ട് ഈ കുട്ടികൾ പങ്കെടുക്കുകയും എല്ലാ വിധത്തിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അവർ എല്ലാത്തിലും പങ്കെടുക്കും. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലായാലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. കുട്ടികളെ ഒപ്പന, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അവർ മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇതൊരു തടസ്സമായിട്ട് പിന്നെ പഠനത്തെ അത് ബാധിക്കുന്നൊന്നും തോന്നിയിട്ടില്ല. അത് ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഫീൽ ചെയ്തത്. സോ ബേസിക്കലി ആസ് എ പാരൻസ് നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഒരുപാട് സോഷ്യൽ പ്രഷേഴ്സ് ഉണ്ട്. എൻ്റെ എക്സാമെന്ന് പറയാൻ ഇതിപ്പോൾ ഒറ്റ മോനാണല്ലത് 6 വയസ്സായിട്ടുള്ള മോനിപ്പോൾ ഇപ്രാവശ്യം 1ാം ക്ലാസ്സിലേക്ക് ചേർക്കണം. ഓൻ്റെ സ്കൂൾ തീരുമാനമായോ, ഓക്കെ ഓനെ പഠിപ്പിക്കുന്നില്ലേ, ഓനെ ഗവൺമെൻറ്റിക്കാണ് പറഞ്ഞേക്കുന്നത്, CBSE അങ്ങനെയല്ലേ, ഇനി കാലത്ത് IB കൊണ്ട് കാര്യമുണ്ടോ, ഓനെങ്ങനെയല്ലേ. ഞാൻ ജസ്റ്റ് പാരൻറ്റോട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിതയുടെയും ഇപ്പോൾ 3 പെൺകുട്ടികളാണ്, ഒരുപാട് സോഷ്യൽ പ്രഷേഴ്സ് ഉണ്ടായി. എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കുടുംബക്കാരുള്ള ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഉള്ള അത്യാവശ്യം വലിയ കുടുംബം കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാ കാലത്തും ഒരുപാട് സോഷ്യൽ പ്രഷേഴ്സ് ഉണ്ടായിട്ടുണ്ടാകും. എല്ലാ പാരൻസും ഉണ്ടാവുന്നതാണ്. മക്കൾ എന്തായി, എങ്ങനെയായി, എവിടെ എത്തി, പഠിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് പഠിക്കുന്നില്ല, ഒരു ഡോക്ടർ ആയിക്കൂടെ, എഞ്ചിനീയർ ആയിക്കൂടെ. എസ്പെഷ്യലി പെൺകുട്ടികൾ കൂടിയാകുമ്പോൾ നമ്മുടെ സൊസൈറ്റി ചില സ്റ്റീരിയോ ടൈപ്പിൽ വേറെ കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്, കല്യാണമായി അങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ അതേസമയം നമ്മളൊക്കെ സോഷ്യൽ ഹ്യൂമൻസ് ആണ്, ഫാമിലിനെ റിലേഷൻസിനൊക്കെ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള, കാരണം ഞാനിപ്പോൾ പല പാരൻസിനോട് ചോദിക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മോള് നല്ല പഠിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഫാമിലിയിൽ പിടിച്ചിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എൻ്റെ കാക്ക എങ്ങനെ പറയുന്നു, എൻ്റെ മൂത്താപ്പ എങ്ങനെ പറയുന്നു, പാരൻസ് എങ്ങനെ പറയുന്നു. അപ്പോൾ ബേസിക്കലി അതേസമയം നമ്മളും ഒരു വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ തെറ്റിച്ചിട്ടുള്ള ഒരു പരിപാടി ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ പ്രഷേഴ്സ്, ബീങ് എ പാരന്റ് ഓഫ് എ ഗേൾ ഓർ 3 ഗേൾസ് ഓർ ഡോട്ടേഴ്സ് എങ്ങനെയാണ് ബിക്കോസ് അത് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിത വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിലേക്ക്, ഈ ഒരു ആസ്പെക്റ്റിലേക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്? അത് സ്വാഭാവികമായിട്ട് നമുക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയം തന്നെ പലപ്പോഴും പല വിവാഹാലോചനയൊക്കെ വന്നാണ്. അപ്പോൾ അതുപോലും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പലപ്പോഴും കുറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷേ അവളുടെ കോൺഫിഡൻസും പഠിക്കണം എന്നുള്ള ആഗ്രഹവും, ഈ നേരത്തെ അവൾ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ എനിക്ക് കൊടി വെച്ച വണ്ടിയിൽ പോകണം, അത് മുമ്പേ അവൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം IASനുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇനി അത് അവൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവൾ ഒരു ലെവലിലെത്തുന്നു, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന, സ്വന്തമായിട്ട് സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കെൽപ്പുള്ള ഒരു ലേഡിയായിട്ട് വളരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് അതൊരു സമയത്തുമ്പോൾ അത് നടക്കും. അപ്പോൾ അതിന് മാത്രം എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാനൊന്നും വാങ്ങിയിട്ടില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയെ മാത്രം ആഗ്രഹിച്ചത്. എൻ്റെ മക്കളെ അങ്ങനെ ഉള്ളവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് ഞാൻ കൊടുക്കുന്ന, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസമാണ്. അവരുടെ മേലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്, നമുക്ക് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളിലാണ്. അത് വിദ്യാഭ്യാസമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനുള്ള പ്രാപ്തിയായിട്ട് ഇപ്പോൾ അവൾ ഓക്കെയാണ് ആ വിഷയത്തിൽ. ഇനിയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡോക്ടറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അതുമായി സഹകരിക്കുന്ന ഒരാൾ വന്നാൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് വലിയൊരു തടസ്സമായിട്ട്, വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. പക്ഷേ പലരും സാറ് പറഞ്ഞ പോലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയങ്ങൾ
അത് എനിക്ക് ആ വിഷയത്തിൽ ഞാൻ കുറച്ചും കൂടി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതൊരൊട്ടും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വിഷയമല്ല, ഇതൊക്കെ നടത്തി തരുന്ന ആൾ ദൈവമാണ്, അള്ളാഹുവാണ്, പടച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് 3 15 പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ വിഷയമൊക്കെ ഭംഗിയായി നടത്തി. അതിലെനിക്ക് വളരെ കോൺഫിഡൻസ് ആണ് ആ വിഷയത്തിലുള്ളതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൽ ഉമ്മാന്റെ ടേക്ക് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാന്റെ കാരണം ഇതിന്റെ കൂടുതൽ പ്രഷർ വരാൻ സാധ്യത ഉമ്മമാർക്കാണ്. എൻ്റെ കേസിൽ തന്നെ എൻ്റെ പാർട്ട്ണറുള്ള വൈഫിൻ്റെ അടുത്തേക്ക് വരിക. കാരണം എന്താ വെച്ചാൽ നിങ്ങളോട് ആര് കുടുംബക്കാർ പറഞ്ഞാലും നിങ്ങളത് പറഞ്ഞു പിടിച്ചിരിക്കുന്നു എനിക്കറിയാം. എന്നിട്ട് നിങ്ങളോട് പറയാനുള്ള സോഷ്യൽ പ്രഷറൊക്കെ എന്നോടാണ് പറയാറ്. എപ്പോഴും എൻ്റെ ഭാര്യ ഇങ്ങനെ പറയാറുണ്ട്, മോൻ്റെ കാര്യത്തിലായാലും മറ്റു പല ഞാൻ വീടുണ്ടാക്കുന്ന കാര്യത്തിലായാലും മറ്റു പല. അതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും ഡോട്ടേഴ്സിൻ്റെ ഒരു സോഷ്യൽ പ്രഷർ വന്നിട്ടുണ്ടാവും. പലപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് കഴിക്കും, എല്ലാവരുടെ അടുത്ത് വരും. അപ്പോൾ അതിൽ ഉമ്മാൻ്റെ ടേക്ക് എന്താണ്? ഐ മീൻ ഫോർ ഓൾ ഓഫ് ദ പാരൻസ് ഹു വാണ്ട് ടു വിത്ത്സ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ പ്രഷർ. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും മാത്രമല്ല, അവൾ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഇതേപോലെ എല്ലാവരും പറഞ്ഞു നിതാ ഇങ്ങനെ പിന്നെ കല്യാണമൊക്കെ നോക്കിക്കൂടെ, ഈ ഏജ് ഡിഗ്രിയൊക്കെ ആയാൽ തന്നെ ബാക്കി കുട്ടികളൊക്കെ അടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾ, അപ്പം നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം നിത എന്ന് പറഞ്ഞാൽ അത് പറയാൻ നിത അതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. നിതാക്ക് ആ ഒരു ഇത് ആഗ്രഹിക്കണില്ല ആ സമയത്ത്. അവൾക്ക് പഠിക്കണം, എവിടെയെങ്കിലും എത്തണം, ഏതെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, ഒരു സ്റ്റാൻഡ് വേണം, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ആ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ പി ജി കഴിയുമ്പം എല്ലാവരും പറയാം എന്നാൽ പി ജി കഴിഞ്ഞ് വരട്ടെ, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലേ, അങ്ങനെ അവളെ സമ്മതിക്കണം, അങ്ങനെ സമ്മതിപ്പിക്കണം, അങ്ങനെ നമ്മളെ പ്രഷർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്നോട് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയും ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് പറയണത്, എന്താ ചെയ്യാന്ന്. പി ജി കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ നിത പറഞ്ഞു പി ജി കഴിഞ്ഞ് ഞാൻ നെറ്റ് ഒന്ന് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് നെറ്റും കിട്ടി. നെറ്റ് കിട്ടിയപ്പോഴും ഇപ്പം ആൾക്കാർ പറഞ്ഞു ഇനി അത് എന്തെങ്കിലും അപ്പോൾ അത് സാർ ഒരു കാര്യം, ഇവരുടെ ഒപ്പം ഉള്ള അധ്യാപകരുണ്ട്, അവർ നല്ല ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഇവരുടെ ഒപ്പം ഉള്ള സ്കൂളിലെ ടീച്ചേഴ്സ് അത് വളരെ ഏബിളായിട്ടുള്ള കഴിവുള്ള ഇപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു പറഞ്ഞ ഒരു പ്രഷറൊക്കെ അവിടെ വരും. അവർ പറയുന്നുണ്ട് ഇനി ഇതിലും വലുത് വേറെ എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതല്ലല്ലോ കാര്യം, നമുക്കൊരു ലക്ഷ്യം. അവൾ അതങ്ങനെ തന്നെയാണ്. ഞാൻ വാസ്തവത്തിൽ B.Pharm കഴിഞ്ഞ ആളാണ്. ബേസിക്കലി എം എ ഫാർമസിസ്റ്റാണ്. എനിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ BA ഇംഗ്ലീഷ് ചെയ്യുന്നത്, അതിന് ശേഷം MA ഇംഗ്ലീഷ് ചെയ്യുന്നത്, അതിന് ശേഷം MA എഡ്യൂക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ MA ഇംഗ്ലീഷ് രണ്ടാമതും ചെയ്തിട്ടുണ്ട്. വേറെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബേസിക്കായിട്ട് ഞാൻ ഫാർമസിസ്റ്റ് ആയതിനു ശേഷമാണ്. കാരണം എൻ്റെ കപ്പ് ഓഫ് ടീ ഫാർമസി അല്ലാന്നും ഫാർമസിസ്റ്റ് അല്ല. ഐ ഡോണ്ട് വാണ്ട് ടു കൺഫൈൻ മൈസെൽഫ് ഇൻ എ ഫാർമസി. ഒരു ഫാർമസിക്കുള്ളിൽ കൺഫൈൻ ചെയ്യപ്പെടേണ്ടതല്ല, മറിച്ച് ജനങ്ങളുമായി സംവദിക്കുകയും സംസാരിക്കുകയും സോഷ്യൽ ഇൻട്രാക്ഷൻ ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ് എനിക്ക് സ്വാഭാവികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാനതൊക്കെ വിട്ടിട്ട് ഇത് വന്നു. അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് ഇൻസൈഡ് ഐ എം വെരി ഹാപ്പി. നമ്മുടെ സന്തോഷം നമ്മൾ കാർ വാങ്ങുന്നതിലോ അല്ലെങ്കിൽ വലിയ ടെസ്റ്റ് ധരിക്കുന്നതല്ല. റിച്ച് ആവുന്നത് ഇൻറ്റേർണലിയാണ്. വി ഷുഡ് ബി റിച്ച് ഇൻസൈഡ്, ഇൻറ്റേർണലി. അങ്ങനെ നമ്മൾ ഒരാൾ ഇൻറ്റേർണലി റിച്ച് ആണെങ്കിൽ അവൻ്റെ ഹാപ്പിനെസ്സിനെ എന്താ പറയുക കുറയ്ക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അവിടെയാണ് ഹെൽത്ത് ഗെയിൻ ചെയ്യുക. അതാണ് ദാറ്റ് ഈസ് ഹൗ വി ഗെയിൻ ഹെൽത്ത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ അവരിലും കാണുന്നത്. കാരണം അവർക്ക് എന്താണോ സന്തോഷമായി ചെയ്യാനുള്ളത് അതാണ് അവരുടെ കപ്പ് ഓഫ് ടീ. മോർ ഓവർ ദെൽ ബി മെൻ്റലി ഹെൽത്തി. അവർ ഹെൽത്തി ആയിരിക്കും. ഇത് തന്നെയാണ് അവർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പലപ്പോഴും ചോദിക്കുന്നവരോടും പറയാനുള്ളത്, അവൾ എന്താണ് വിചാരിക്കുന്നത് ആ ഡെസ്റ്റിനേഷനിൽ ആ ശരിക്കുള്ള എയിമിലെത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഡോക്ടറേറ്റ് 5 years ഓഫ് കണ്ടിന്യൂസ് എഫേർട്ട് ഈസ് നീഡഡ്. അപ്പോൾ അത് എന്തായിരുന്നാലും ഇൻ ബിറ്റ്വീൻ ഇൻഷാല്ലാ ലെറ്റ് സീ എന്നല്ലാണ് വാട്ട് കംസ് ഇൻഷാല്ലാ വിൽ സീ ഇറ്റ്. ദാറ്റ് ഈസ് ഹൗ വി മൂവ് ഹെഡ് ഇൻഷാല്ലാ. ബേസിക്കലി ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ എവരിതിങ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അതായത് ഓരോന്നിന്റെ സമയം വരുമ്പോൾ ഒരു സ്റ്റേജ് maybe we feel about marriage, it's nice to marry, we have to study. എവിടെയാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ മാരേജ് പഠിക്കാനുള്ള എൻഡ് ആക്കുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ജീവിതകാലം മുഴുവൻ പഠിക്കാം. ഇപ്പോൾ വാദിഹുദയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാദിഹുദയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. എന്താ മിടുക്ക്. ഞാനിപ്പോൾ എൻ്റെ മകൾ മിടുക്കാന്ന് പറയുന്നതല്ല, ഞാൻ അത് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ട്രെയിനർ വന്നപ്പോൾ അഭിഷാദൊക്കെ അന്ന് അവിടെ വന്നിട്ട് ട്രെയിനിങ് നടത്താറുണ്ട്. നമ്മൾ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവരൊക്കെ ട്രെയിനിങ് വന്നതിന് ശേഷം അവിടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ളൊരു കുട്ടി വന്നിട്ട് അവൾ ഭയങ്കര പഠിക്കുന്നത് എന്താ സ്റ്റഫ് എന്ന് പറയുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഇത് നമുക്കറിയാം. കാരണം അവൾക്ക് ഷീ ഹാസ് ഗോട്ട് എ ജെന്യുവൻ ഇൻട്രസ്റ്റ് ഇൻ സംതിങ് by which she can grow herself as a human being. That's what I feel about her. Understood.
അപ്പോൾ അവൾക്കൊരു ജെനുവിൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ജെനുവിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജെനുവിനാണ്. ആ ജെനുവിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ആക്ച്വലി എന്താ പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കാൻ, എന്താ പറയുക, സമൂഹത്തെ സ്നേഹിക്കാൻ, നന്മയോടുകൂടി വളരാൻ. പിന്നെ ലിറ്ററേച്ചർ തന്നെ അങ്ങനെയാണല്ലോ, റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്. അപ്പോൾ അത് അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഷീ ഈസ് എ കറക്റ്റ് ഹ്യൂമൻ ബീങ്, ഐ ഷുഡ് സേ. അതോടൊപ്പം തന്നെ അവൾക്കൊരു ഒരു ഷീ ഹാസ് ടു അറ്റൈൻ എ പൊസിഷൻ ലൈക്ക് എ പ്രൊഫഷണൽ ബാനർ ഷുഡ് ബി ദർ ടു മൂവ് ഹാഡ് ടു പുൾ ഓൺ ദ ലൈഫ്. അത് അവൾ കണ്ടെത്തി എനിക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ഐ ആക്ച്വലി എൻജോയ് അബൌട്ട് മൈ ഡോട്ടർ ഓർ എവറി ചൈൽഡ്. അങ്ങനെ തന്നെ എല്ലാ ചൈൽഡിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്ന എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് സങ്കടകരമായ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് താല്പര്യമില്ലാത്തൊരു ജോലിയെ അവർക്ക് അറ്റൈൻ ചെയ്യുന്നതിനേക്കാൾ അവർ എൻജോയ് ചെയ്യട്ടെ. ദാറ്റ്സ് വാട്ട്. അതിലാണല്ലോ കാര്യം. ദാറ്റ്സ് അല്ലെ, ദ എയിം ഓഫ് ലൈഫ് ഈസ് ആക്ച്വലി പ്ലഷർ. അൾട്ടിമേറ്റ് എയിം സന്തോഷം എന്നുള്ളതാണ്. സന്തോഷം, സന്തുഷ്ടമായ ഒരു ജീവിതം അതവർക്ക് കിട്ടണം. അതന്നെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ള നിതയുടെ എയ്ഫറിനോടൊപ്പമുള്ള ലൈഫുകൾ കണ്ടിട്ടുണ്ട്. സോ വാട്ട് യു ഫീൽ അബൌട്ട് എയ്ഫർ? തീർച്ചയായിട്ടും ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. അത് വളരെ സന്തോഷം. ഞാൻ ക്ലാസ്സുകൾ പലതും കേൾക്കും. അപ്പോൾ നിങ്ങൾ സാറ് നിങ്ങളൊക്കെ ചെറുതാണ് കേട്ടോ എന്ത് പറയും ഞാൻ. കാരണം തമാശയും സാറിന് ടണ്ടടയും ഇത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മനസ്സിൽ സാറിങ്ങനെ പറയുമ്പോൾ കുട്ടികളോട്, അതും വളരെ നേരം വൈകിയുള്ള സമയത്ത് പോലും അവരെ, അപ്പം എനിക്കത് മനസ്സിലാവും. ഐ ക്യാൻ ആസ് എ ടീച്ചർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കുട്ടികൾ എങ്ങനെയാണ് വാസ്തവത്തിൽ അത് ഇൻസ്പയർ ചെയ്യേണ്ടതെന്നും അവരെങ്ങനെയാണ് നമ്മളോടൊപ്പം കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു ടെക്നിക്കും ടാക്ടിക്സും ആയിരിക്കുമല്ലോ അപ്പോൾ അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വാസ്തവത്തിൽ ചേരുന്നതിന് മുമ്പ് എയ്ഫറിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ, ഞാൻ പറയുന്ന ഐ ആം വെരി മച്ച് ഒബ്ലൈജ് ടു യു. വളരെ കടപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിൽ. പിന്നെ ഇത്രയും ചെറുപ്പത്തിൽ സാറിനെ പോലെ ഒരാൾ, ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു സംഭവം, ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് ചോദിച്ചു, സാർ ഒറ്റയ്ക്കാണോ ഈ സംഭവം നടത്തുന്നത്? ഇത്രയും പ്രായം കുറഞ്ഞൊരു സമയത്ത് ഇത്രയും വലിയ വിഷനോടുകൂടി ഈ കേരളത്തിലും മറ്റു പുറത്തുള്ള പലരെയും സെറ്റ് ചെയ്തൊരു JRF അവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ നെറ്റ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാപ്തിയും മനോധൈര്യവും സ്ഥൈര്യവും ഒക്കെ ഉണ്ടാകുന്ന ഐ കൺഗ്രാജുലേറ്റ് യു ആസ് എ CEO ഓഫ് എയ്ഫർ. ഡെഫിനറ്റ്ലി യു ഡിസർവ് കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ക്ലാസ് കേൾക്കാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് അവളുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൾ കണ്ടെത്തിയ, ശരിക്കും പറഞ്ഞാൽ എന്താണോ എയ്ഫറിൽ അവൾ ചൂസ് ചെയ്യാനുള്ള കാര്യം, അത് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ്. അതുകൊണ്ട് ഒരു ഷെയ്ക്കൻ്റെ കൂടെ സാറിന് അതിന് തരണം എന്നുള്ളതാണ്. വളരെ വളരെ കടപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ വളരെ നന്നായിട്ട്. ഇതന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, അവള് കറക്റ്റ് ചൂസ് ചെയ്തു എയ്ഫർ. അത് അവൾക്ക് തന്നെ അറിയാം, അതിൽ അവൾ വിജയിക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തു. അവൾ ഡൗൺ ആകുമ്പം അവളെ ഉയർത്തി കൊണ്ടുവരികയും അതിന് വേണ്ട എല്ലാ മെൻ്റലായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും അവൾക്ക് കൊടുത്തു. അവസാനം അവളത് നേടി. അൽഹംദുലില്ലാ. ഇനിയുള്ള കുട്ടികളോടും പറയാനുള്ള അത് തന്നെയാണ്, നിങ്ങൾക്ക് പിന്നെ ധൈര്യത്തോടു കൂടി എയ്ഫർ ചൂസ് ചെയ്യാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ എത്തിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഹാർഡ് വർക്ക് വേണം. So concluding once again, ഒരുപാട് കൺഗ്രാജുലേഷൻസ്. നിതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനല്ല, മറിച്ച് നിതയ്ക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം കൊടുത്തതിന്, അതിനുള്ള ശക്തി കൊടുത്തതിന്, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളേറെ യാത്ര മുടക്കുന്ന തടസ്സങ്ങളാവാത്തതിന്, പഠിക്കണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തതിന്, പക്ഷെ എപ്പോഴും സ്വന്തമായിട്ട് മനസ്സുകൊണ്ട് തന്നെ പഠിക്കണം എന്ന് തോന്നുന്ന ഒരു കൾച്ചർ, ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞോ അറിയാതെ ഡെലിബറേറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കൾച്ചറാണ്. അത് ഒരിക്കലും സമ്മതിക്കണമെന്നില്ല, നിനക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. എപ്പോഴും പഠിക്കാനുള്ള, പഠനത്തെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കി കൊടുത്തതിന്, തോൽക്കാനും ജയിക്കാനും ഉള്ള ശക്തി നൽകിയതിന് എല്ലാ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ള ഒരു ആസ്പെക്റ്റും അതാണ്. സോ ബേസിക്കലി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ജയിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവർ ഒരുപാട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ ഒരു സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടുകൾ ഒരിക്കലും അവർക്കൊരു പ്രഷർ ഉണ്ടാക്കുന്ന സപ്പോർട്ടുകളാണ് ആവാതിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഒരിക്കലും അതൊരു പ്രഷർ ആവരുത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക്, എസ്പെഷ്യലി കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞ മക്കൾക്ക് നമ്മൾ ഒരു പരിധിക്കപ്പുറം നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് ഓഫ്കോഴ്സ് നമ്മൾ ഐഡിയ കൊടുക്കേണ്ടി വരും. അവരുടെ കോഴ്സുകൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവർ പഠിക്കേണ്ട സമയങ്ങൾ, സംഭവങ്ങളെല്ലാം അവർക്ക് തന്നെ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ആ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക.
റാദർ ദൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിനേക്കാളേറെ സെൽഫായിട്ട് അവർ പഠിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ വീട്ടുകളിൽ ആസ് എ പാരന്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. സൊസൈറ്റി ഉണ്ടാവും, സൊസൈറ്റിയുടേതായ പ്രഷറുകൾ ഉണ്ടാവും, സൊസൈറ്റിയുടേതായ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇൻ ദ എൻഡ് നമ്മൾ ഹാപ്പി ആവുക എന്ന് പറയുന്നത് നമ്മളെ മക്കൾ ഹാപ്പി ആവുമ്പോഴാണ്, സൊസൈറ്റി ഹാപ്പി ആവുമ്പോഴല്ല. നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ സാധിക്കട്ടെ, നമ്മളെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കട്ടെ, അവർക്കും ജയിക്കാൻ സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത്, അപ്പോഴാണ് സൊസൈറ്റി എല്ലാവരും സന്തോഷിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.